ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. ചൈത്ര നവരാത്രി പുണ്യവേളയിൽ ലളിത സഹസ്രനാമത്തിന്റെ പഠനം, ഓരോ നാമങ്ങളുടെയും അർത്ഥം അറിഞ്ഞ് ചൊല്ലിപ്പഠിക്കുക എന്ന ആ ഉപാസന നമ്മളുടെ ക്ലാസ്സിൽ കൂടി അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലിംഗലാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഓം നമസ്കാരം തിരുമേനി. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂവലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിൽ എഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം മഹാദേവ്യേ നമ. ഓം ശ്രീമാത്രേ നമ. ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നവരാത്രി, ചൈത്ര നവരാത്രിയുടെ ആ മഹത്തരമായിട്ടുള്ള ദിവസങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് 134 ശ്ലോകത്തിലെ രാജ്യദായിനി എന്നുള്ള നാമമായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മള് ദേവി മാഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു. നമ്മള് സമാധിയും സുരഥനും സുരഥ മഹാരാജാവും സമാധിയും സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും ആ ദേവിയുടെ മഹാത്മ്യത്തെ പറ്റി അറിയുകയും ദേവി മഹാത്മ്യം ഉപദേശിച്ചു കൊടുക്കുകയും ദേവിയെ ഭജിച്ച് രണ്ടുപേർക്കും എല്ലാ ഐശ്വര്യങ്ങളും കൈവരുകയും, ഒരാൾക്ക് കൈവല്യം കിട്ടി, ഒരാൾക്ക് രാജ്യവും അടുത്ത ജന്മത്തില് മനുവിന്റെ പദവിയും കിട്ടി എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോ രാജ്യദായിനിയാണ് ദേവി. രാജ്യം കൊടുക്കും, രാജ്യം പോയത് തിരിച്ചു കൊടുക്കും. പലപ്പോഴും ദേവി ഇത് ഇന്ദ്രനും ദേവന്മാർക്കും ചെയ്തിട്ടുണ്ട്. ആ മഹാത്മ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്ക് 686 നാമത്തിലേക്ക് പ്രവേശിക്കാം. അതേ ശ്ലോകത്തിലെ രാജ്യവല്ലഭ. ദേവി രാജ്യവല്ലഭയാണ്. രാജ്യങ്ങൾക്ക് വല്ലഭയായവൾ. വല്ലഭ എന്ന് പറഞ്ഞാൽ യജമാന, യജമാനത്തി, യജമാന, രക്ഷക എന്നൊക്കെ പറയാം നമുക്ക്. അപ്പൊ ദേവി ഓൺസ് ഓൾ ദ ബ്രഹ്മാണ്ടാസ്. എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ടോ അതൊക്കെ ദേവിയുടെയാണ്. ദേവിയുടെ ആ കയ്യിലാണ് അതിന്റെ എല്ലാ ലീലകളും, സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ദേവിയുടെ കയ്യിലാണ്. അതുകൊണ്ട് ദേവി ബ്രഹ്മാണ്ടത്തിന് തന്നെ വല്ലഭയാണ്. അപ്പൊ രാജ്യങ്ങൾക്കോ രാജ്യവല്ലഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി തന്നെയാണ് എല്ലാ രാജ്യങ്ങൾക്കും അധിപതി എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. എല്ലാം ദേവിയുടെ ഇച്ഛയ്ക്കനുസരിച്ചേ നടക്കുള്ളൂ. അപ്പൊ ശരിക്കും എല്ലാ രാജ്യങ്ങളെയും ആ രാജ്യങ്ങളിലെ രാജാക്കന്മാരെയും ഒരേപോലെ പ്രിയമുള്ളവളാണ് ദേവി. രാജ്യങ്ങൾക്കൊക്കെ വല്ലഭയാണെന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്കും പ്രിയങ്കരിയാണ്. അപ്പോ രാജ്യം എന്ന് പറഞ്ഞാൽ ദേവിക്ക് വെറും ഈ ഭൂമിയിലുള്ള രാജ്യങ്ങൾ മാത്രമല്ല. ദേവിക്ക് കൈലാസം, വൈകുണ്ഠം, ശ്രീപുരം, ഇന്ദ്രപുരി ഇതൊക്കെ ദേവിയുടെ രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോ ഇതെല്ലാം ദേവിക്ക് പ്രിയമാണ്. അപ്പൊ തന്റെ ഏത് ഭക്തനാണോ, ഇപ്പോ നമ്മൾ കണ്ടു ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിൽ നമ്മൾ കണ്ടതായിരുന്നു, ഓരോരുത്തരും ഓരോ യുഗങ്ങൾ കഴിയുമ്പോഴും ദേവിയുടെ ഭക്തരായിട്ട് വിഷ്ണുവും അതുപോലെ ഇന്ദ്രനും ഒക്കെ നിൽക്കുകയാണ്. അവർക്കൊക്കെ ഇന്ദ്രപദവി ഒക്കെ കൊടുക്കുന്നത് ദേവി തന്നെയാണ് കൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോ ദേവിക്ക് ആരാണ് ദേവിയെ ആരാധിക്കുന്നത്, ആരാണ് അമ്മയിൽ എല്ലാം സമർപ്പിച്ച് ചോദിക്കുന്നത്, അവർക്ക് അതൊക്കെ ഭവാനിത്വം ദാസേ എന്ന് കേൾക്കുമ്പോഴേ ദേവി കൊടുക്കുന്നത്, അയ്യോ ഭവാനി എന്നെ പോലെ എന്റെ എന്റെ മക്കളായിട്ട് എന്നിൽ തന്നെ നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് ചോദിക്കുന്നതെന്ന് കരുതിയിട്ട് ദേവി ആ കൈവല്യം കൊടുക്കാൻ ആരംഭിക്കുമ്പോഴാണ്, എനിക്ക് എന്റെ മകന് ജോലി വേണേ, എനിക്ക് എന്റെ രോഗം മാറ്റിത്തരണേ, എനിക്ക് നല്ല ശമ്പളം കിട്ടണേ, എനിക്ക് പ്രമോഷൻ കിട്ടണേ എന്ന് പറയാണ്. ഭവാനി ത്വം ദാസേ, നിന്റെ ദാസൻ
എന്ന് ആക്കി മാറ്റുകയാണ് ആളുകൾ എന്ന്. അപ്പൊ ദേവിക്ക് ഭവാനിത്വം ദാസേ എന്ന് കേട്ടിട്ട് ഭവാനിത്വം തന്നെ കൊടുക്കാൻ ദേവി തയ്യാറാണ്. തന്റെ തന്നെ എല്ലാം സർവസ്വവും ഭക്തന് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ ഭക്തനെയാണ് ദേവി കാക്ഷിക്കുന്നത്. എങ്കിലും എന്തെല്ലാമോ ചോദിച്ചാലും അതെല്ലാം ദേവി തരും. അതുകൊണ്ട് ദേവിക്ക് കൈലാസവും വൈകുണ്ഠവും ശ്രീപുരവും ഇന്ദ്രപുരവും ഒക്കെ കൊടുക്കാൻ പ്രാപ്തിയുണ്ട്. അതൊക്കെ ദേവിക്ക് ആ മോക്ഷപ്രാപ്തി പോലും കൊടുക്കാൻ പറ്റും. ആ രാജ്യങ്ങളുടെ ഒക്കെ വല്ലഭയാണ് ദേവി. അതുകൊണ്ട് ദേവി രാജവല്ലഭ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഓം രാജവല്ലഭായേ നമ എന്ന് പറഞ്ഞ് നമുക്ക് 687 നാമത്തിലേക്ക് പ്രവേശിക്കാം. രാജ്യത് കൃപ ഒക്കെ ഇങ്ങനെ ജോയിന്റ് ആയിട്ടുള്ള നാമങ്ങളാണ്. രാജ്യത് കൃപ, രാജിക്കുക എന്ന് പറഞ്ഞ എന്താണ്? ശോഭിക്കുക. രാജിക്കുക എന്നുള്ള വാക്കിനർത്ഥം ശോഭിക്കുക എന്നുള്ള. അപ്പൊ രാജ്യത് കൃപ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശോഭിക്കുന്ന കൃപയുള്ളവളാണ് ദേവി. അപ്പോ ശരിക്കും ദേവി എവിടെയാണെങ്കിലും വിളങ്ങുകയാണ്. ആ ചൈതന്യം തന്നെയാണ് എല്ലാത്തിലും കാണുന്നത്. അണുവിലും അണുവായ വസ്തുവിലും അതുപോലെ മഹത്തിലും മഹത്തായ വസ്തുവിലും കാണുന്നത് എന്താണ്? ദേവി ചൈതന്യം തന്നെയാണ്. അപ്പോ ആ എല്ലാ വസ്തുക്കളോടും ആ മാതൃപരമായിട്ടുള്ള ഒരേപോലെ കാരുണ്യമുള്ളവളാണ് ദേവി. ശോഭനമായ കാരുണ്യമാണ് ദേവിയുടെ. രാജ്യത് കൃപ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ആ ശോഭിക്കുന്ന ശോഭനമായ കാരുണ്യമാണ്. അതുകൊണ്ട് ദേവി രാജ്യത് കൃപ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ ദേവി മഹാത്മ്യത്തില് 12ാമത്തെ അധ്യായത്തില് തുടക്കത്തില് ദേവി പറയുന്നുണ്ട്, എന്നെ ദേവീ ചരിതങ്ങൾ കൊണ്ട് വർണ്ണിക്കുകയും എന്നെ സ്തുതിക്കുകയും ചെയ്യുന്നവർക്കും ഞാൻ എല്ലാം കൊടുക്കുന്നുവെന്ന് 12ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോ ദേവി തന്നെ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്നെ സ്തുതിക്കുകയും എന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എല്ലാം കൊടുക്കുന്നു, ശോഭിക്കുന്ന കൃപ കൊടുക്കുന്നു അവർക്ക്. അവരെല്ലാം എന്താണോ ആഗ്രഹിച്ചത് അത് അവർക്ക് കിട്ടും. അതുകൊണ്ട് രാജ്യത് കൃപ, രാജ്യത് എന്ന് പറഞ്ഞാൽ ഇവിടെ ശോഭിക്കുന്ന കൃപ എന്നാണ് അർത്ഥം എന്ന് മനസ്സിലാക്കുക. ആ കൃപ എല്ലാവർക്കും കൊടുക്കുന്നവളാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. ഇനി 688 നാമം രാജപീഠ നിവേശിത നിജാശ്രിത. രാജപീഠ നിവേശിത നിജാശ്രിത ഒറ്റ പേരാണ്, ഒറ്റ നാമമാണ്. നിജ ആശ്രിത. നിജ ആശ്രിത എന്ന് പറഞ്ഞ എന്താണ്? തന്നെ ആശ്രയിക്കുന്നവർക്ക്, തന്നെ ആശ്രയിക്കുന്നവരെ നിജ ആശ്രിത, അല്ലെ? രാജപീഠ നിവേശിത, അവരെന്താ ചെയ്യുന്നത്? രാജപീഠത്തില് നിവേശിത, ഇരുത്തുന്നു, ഉപവിഷ്ടരാക്കുന്നു ദേവി. അപ്പോ നിജ ആശ്രിതരെ രാജപീഠത്തില് നിവേശിപ്പിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപവിഷ്ടരാക്കുന്നു, അവിടെ രാജപീഠത്തില് ഇരുത്തുന്നു. ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെറുതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ദേവി കൊടുക്കുന്നത്. ശരിക്കും ദേവി ആശ്രയിച്ചിരുന്നവർക്ക് രാജപീഠ നിവേശിത നിജാശ്രിതർക്ക് രാജപീഠം തന്നെ കൊടുക്കുന്നതാണ്, അല്ലെ? നഗദീതിഥി സംശ്ചന്ന നമജ്ജന തമോ ഗുണ എന്ന് പറഞ്ഞതുപോലെ ആ ദീതിഥി കൊണ്ട് മാത്രം നമസ്കരിക്കുന്ന ജനങ്ങളുടെ തമോ ഗുണങ്ങളൊക്കെ അകറ്റി മാറ്റുന്ന ദേവിയെ നമ്മൾ കണ്ടതാണ്. ഇവിടെ അതിലൊക്കെയും ഉപരിയായിട്ടുള്ള ദേവിയാണ് നമ്മൾ കാണുന്നത്. നിജ ആശ്രിതർക്ക് രാജപീഠത്തിൽ അവരെ സ്ഥാപിക്കുന്നതാണ് ദേവി. അപ്പോ തന്റെ ഭക്തന്മാർക്ക് ദേവി രാജപീഠത്തിന്റെ ആ സ്ഥാനം കൊടുക്കുന്നു, അവിടെ നിവേശിപ്പിക്കുന്നു, സർവ ഐശ്വര്യങ്ങളും ദേവി കൊടുക്കുന്നു. അപ്പോ ശരിക്കും ത്രിമൂർത്തികൾക്ക് പോലും അവരുടെ പദം കൊടുക്കുന്നത് അമ്മയാണ്, അല്ലെ? ഭക്തർക്ക് എന്താണ് വേണ്ടത്? ദേവി സാമീപ്യം കൊടുക്കുന്നു, ദേവിയുടെ സാരൂപ്യം കൊടുക്കുന്നു, ദേവിയുടെ സാലോക്യം കൊടുക്കുന്നു. അത് കഴിഞ്ഞാൽ ദേവി സായുജ്യം കൊടുക്കുന്നു, കൈവല്യം കൊടുക്കുന്നു. അതുകൊണ്ട് ദേവി ദേവേന്ദ്രനെ വീണ്ടും വീണ്ടും ഇന്ദ്രനാക്കുന്നത് ആരാണ്? ദേവിയാണ്. ഭണ്ഡാസുരനാലും ആരാലും എപ്പോഴും ദേവേന്ദ്രൻ തന്റെ പദവി, തന്റെ അഹങ്കാരം കൊണ്ട് ആസുരികത വർദ്ധിക്കുമ്പോൾ, തന്റെ ദൈവത്വം നഷ്ടപ്പെട്ട് ആസുരികത വർദ്ധിക്കുമ്പോൾ, ശക്തിയൊക്കെ പോകുമ്പോ ദേവി വീണ്ടും വീണ്ടും നിഷ്കാസിതനായിട്ടുള്ള ദേവേന്ദ്രന് വീണ്ടും വീണ്ടും ആ രാജപീഠത്തില് ദേവേന്ദ്രനെ ഇരുത്തുന്നത് ആരാണ്? ദേവിയാണ്. അപ്പോ ആ അമ്മ തന്നെയാണ് എല്ലാ മക്കളെയും വേണ്ടതുപോലെ കൊടുത്ത് അനുഗ്രഹിച്ച് ഐശ്വര്യങ്ങൾ കൊടുത്ത് കൈവല്യ പദം വരെ എത്തിക്കാൻ തയ്യാറായിരിക്കുന്ന അമ്മയാണ് ദേവി. അതുകൊണ്ട് ദേവി ഓം രാജപീഠ നിവേശിത നിശാശ്രിതായേ നമ എന്ന നാമത്തിൽ നമുക്ക് ദേവിയെ വന്ദിക്കാം. അങ്ങനെ ആ 134ാമത്തെ ശ്ലോകം അവസാനിക്കുകയാണ്. നമുക്ക് 135ാമത്തെ ശ്ലോകം കാണാം. രാജലക്ഷ്മീ കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല
രാജ്യലക്ഷ്മീ കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല. അപ്പൊ ഇവിടെ എത്ര 689 മുതൽ 694 വരെയുള്ള 6 നാമങ്ങളാണ്. രാജ്യലക്ഷ്മീ എന്നുള്ള നാമം, കോശനാഥ എന്നുള്ള നാമം, ചതുരംഗബലേശ്വരി എന്നുള്ള നാമം, സാമ്രാജ്യദായിനി എന്നുള്ള നാമം, സത്യസന്ധ എന്നുള്ള നാമം, സാഗരമേഖല എന്നുള്ള, ഇങ്ങനെ 6 നാമങ്ങളാണ്. ഓരോ നാമങ്ങളായി നമുക്ക് കാണാം. രാജ്യലക്ഷ്മി, ഇവിടെ രാജ്യലക്ഷ്മി എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്. രാജ്യത്തിന്റെ ലക്ഷ്മിയായുള്ളതാണ്. അപ്പൊ നമ്മൾ കണ്ടു ദേവി രാജ്ഞിയാണെന്ന്, നമ്മൾ ആദ്യമേ കണ്ടു ശ്രീ മഹാരാജ്ഞിയാണെന്ന്. അങ്ങനെ കണ്ട് ഒരുപാട് നാമങ്ങൾ കണ്ട് വീണ്ടും നമ്മൾ എത്തിച്ചേരാണ് ദേവി രാജ്യലക്ഷ്മിയാണ്. അപ്പൊ രാജ്യത്തിന്റെ ലക്ഷ്മി എന്താണ്? ഒരു രാജ്യത്തിന്റെ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനം, ധാന്യം, എല്ലാ സമ്പത്തുകള്, അത് കഴിഞ്ഞാൽ സൈന്യം, അല്ലെ, സൈന്യബലം വേണം, നല്ല നല്ല സമ്പദ് വ്യവസ്ഥ വേണം, അവിടെ സമൃദ്ധി വേണം, ധർമ്മവ്യവസ്ഥ വേണം, പിന്നെ നന്നായിട്ട് സംഗീതവും കലയും ഒക്കെ അറിയുന്ന ആളുകൾ വേണം. ഇതെല്ലാം സമ്പത്താണ് രാജ്യത്തിന്റെ. അപ്പൊ ഇവയെല്ലാം രാജ്യത്തിന് കൊടുക്കുന്നത് രാജ്യലക്ഷ്മിയായിട്ട് വിലസുന്ന, സദാ ലക്ഷ്മിയായിട്ട് വിലസുന്ന ആ ദേവി തന്നെയാണ്. അപ്പൊ ഉത്തമ രാജൻ ഉണ്ടെങ്കിൽ ഒരു രാജ്യത്ത് ലക്ഷ്മിയായിട്ട് ദേവി വിലസിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോ നമ്മൾക്കറിയാം, ഒരു കാലത്ത് നമ്മളുടെ ദേശത്ത് സ്വർണ്ണമൊക്കെ പണയം വെക്കേണ്ട അവസ്ഥയായിരുന്നു. കാരണം ഫോറിൻ എക്സ്ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ കോവിഡ് പോലത്തെ മഹാമാരി വന്നിട്ടും അത് കഴിഞ്ഞിപ്പോ യുദ്ധം നടക്കുമ്പോഴൊക്കെയും വളരെ നല്ല രീതിയിൽ തന്നെ കുറച്ചൊക്കെ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും രാജ്യത്തെ നയിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ നമ്മൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇതിനൊക്കെ പറ്റുന്നത്. അപ്പോ രാജ്യത്ത് ആ ലക്ഷ്മി ആയിരിക്കണം. അതുപോലെ തന്നെ ഗൃഹത്തിലും ലക്ഷ്മി വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗൃഹത്തിന്റെ അതിന് വൃത്തിയായി ഗൃഹം സൂക്ഷിക്കണം, ഗൃഹത്തിന് അനാവശ്യ ചെലവുകൾ ചെയ്യരുത്, ഗൃഹത്തില് വിളക്ക് തെളിയിക്കണം, ഗൃഹത്തിന്റെ അടുക്കള വളരെ വൃത്തിയാക്കി വെക്കണം രാത്രി കിടക്കാൻ പോകുമ്പോൾ. കാരണം ലക്ഷ്മി വിളയാടുന്നത് ആ സമയത്തൊക്കെയാണ്. അപ്പോ എപ്പോഴും ആ ലക്ഷ്മി വിളയാടിയാൽ മാത്രമേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അപ്പോ ദേവി രാജ്യലക്ഷ്മി ആയിട്ടിരിക്കുന്നതാണ്. അപ്പോ ഉത്തമ ഭരണാധികാരികളുള്ള, അല്ലെങ്കിൽ ഉത്തമ ഗൃഹസ്ഥനും ഗൃഹസ്ഥയുമുള്ള ഗൃഹങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെ ദേവി ലക്ഷ്മിയായിട്ട് വിളയാടും. അതുകൊണ്ട് ഓം രാജ്യലക്ഷ്മി നമ എന്ന് നമുക്ക് നമസ്കരിച്ച് 690 നാമത്തിലേക്ക് പോവാം. കോശനാഥ. അപ്പോ രാജ്യലക്ഷ്മി ഉണ്ടെങ്കിൽ സമ്പദ് വ്യവസ്ഥ വേണം. സമ്പദ് വ്യവസ്ഥ ഉണ്ടെങ്കിൽ എന്താണ്? കോശനാഥയായിരിക്കും ദേവി. കോശം എന്ന് പറഞ്ഞാൽ ഹിന്ദിയും സംസ്കൃതവും ഒക്കെ ന്യൂസൊക്കെ കേൾക്കുന്നവർക്ക് അറിയാം. കോശം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചെസ്റ്റ്, ഭണ്ഡാരം എന്നാണ് അർത്ഥം. കോശം എന്ന് പറഞ്ഞാൽ ശരിക്കും സംസ്കൃതത്തില് മറച്ചു വെക്കുന്നത് എന്നേ അർത്ഥമുള്ളൂ. ഒരു കവറ്. ഇപ്പോ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മറച്ചു വെക്കണം. അതിന് അകത്തുള്ള പിന്നെ എല്ലാ ക്രോമോസോംസിനെയും മൈറ്റോകോൺട്രിയകളെയും ഒക്കെ മറച്ചു വെക്കുന്ന ഒരു ആവരണമാണ്. അത് പ്രൊട്ടക്റ്റഡ് ആവരണമാണ് സെല്ല്. അപ്പോ ശരിക്കും കോശം എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുന്നതാണ്. അപ്പൊ നല്ല വസ്തുക്കൾ എപ്പോഴും മറച്ചു വെക്കും. ധാന്യം, അതുപോലെ തന്നെ കട്ടെടുത്താലും മറച്ചു വെക്കേണ്ടി വരും. പക്ഷെ കട്ടെടുക്കുന്നത് എന്താണ്? നല്ല വസ്തുക്കളാണ്. അപ്പൊ ധാന്യം ഭണ്ഡാരത്തിലാണ് ഉണ്ടാവുക. ധനം, അല്ലെ, ധനം ഭണ്ഡാരത്തിലാണ് ഉണ്ടാവുക. ധാന്യം പത്തായങ്ങളിലാണ് വെക്കുക. മുദ്രാകോശം എന്ന് പറയും, അതിലാണ് ഉണ്ടാവുക. വാളിന്റെയും കോശമാണ് ഉറ. വാൾ എപ്പോഴും വെക്കുന്നത് ഉറയിലായിരിക്കും, അതിനും കോശം എന്നാണ് പറയുന്നത്. അപ്പോ ശരിക്കും കോശം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ട്രഷറി, എന്തൊക്കെ വിലപിടിപ്പുകളുണ്ടോ അതെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ട്രഷറിയാണ് കോശം. അപ്പോ ഈ ഒരു സമ്പദ് വ്യവസ്ഥ ഈ ദേവിയുള്ളിടത്ത് കോശവും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോ എല്ലാ ട്രഷറികളുടെയും നാഥയാണ് ദേവി. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാലോ, ജീവാത്മാവിനെ 5 തരം കോശങ്ങള് ആവരണം ചെയ്യുന്നു, അല്ലെ? നമ്മൾക്കറിയാം, അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, ജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ 5 തരത്തിലുള്ള കോശങ്ങളാൽ ആവരണപ്പെട്ടതാണ് ജീവാത്മാവ്. ആ ജീവാത്മാവാണ് നമ്മുടെ ഈ ശരീരമായിട്ട്, ഈ 5 കോശങ്ങളുമായിട്ട് അതിനെ ആവരണം ചെയ്തിരിക്കുകയാണ്. അപ്പോ ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്നും അകറ്റുകയാണ്, അല്ലെ? ശരിക്കും എന്താ ചെയ്യുന്നത്? ആ ദഹരാകാശം, ഹൃദയാകാശ രൂപിണിയായിട്ട് നമ്മുടെ അന്ധകരണത്തിൽ ഇരിക്കുന്ന ആ പരമ ചൈതന്യത്തെ വേർതിരിച്ച് ഈ കോശങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മായ വരുന്നത്. പഞ്ചകോശങ്ങളൊക്കെ വന്ന് ശരീരവും ബുദ്ധിയും മനസ്സും അഹങ്കാരവും ഒക്കെ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ആ
പിന്നെ ആ ബ്രഹ്മവും ഞാനും രണ്ടാണെന്നുള്ള ആ ഭാവം വരുന്നത്. അപ്പോ ശരിക്കും അവിടെയും കോശം തന്നെയാണ്. അപ്പോ ശരിക്കും ഇവയ്ക്കുള്ളിൽ ജീവാത്മാവിനെ അവയിൽ നിന്നൊക്കെ മോചിപ്പിച്ചിട്ട് പരമാത്മാവുമായിട്ട് യോജിപ്പിക്കുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ട് കോശങ്ങളുടെയും നാഥ അങ്ങനെയുള്ള അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ കോശങ്ങളുടെ ഒക്കെ നാഥ ദേവിയാണ്. കാരണം ആ വേർതിരിച്ച് നിർത്തുന്നതും ദേവിയുടെ മായ തന്നെയാണ്. ഈ പഞ്ചകോശങ്ങളാൽ അത് കഴിഞ്ഞ് അതിനെ വീണ്ടും ആ നല്ല സദ്ബുദ്ധി തന്ന് നമ്മളെ വീണ്ടും ഇത് രണ്ടല്ല ഒന്നാണെന്നുള്ള ആ ദ്വൈത മനോഭാവം മാറ്റി അദ്വൈതത്തിലേക്ക് നമ്മളെ എത്തിച്ച് ആ പരമാത്മാവുമായിട്ട് ഈ ജീവാത്മാവിനെ ലയിപ്പിക്കുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി കോശനാഥ. ഇനി കോശം എന്ന് പറഞ്ഞാൽ നിഘണ്ടു എന്നും അർത്ഥമുണ്ട്. അപ്പോ ശബ്ദ ബ്രഹ്മ സ്വരൂപിണിയാണ് ദേവി. അക്ഷരം 51 അക്ഷരം അക്ഷമാലയാണ് ദേവിയുടെ കയ്യിലുള്ളത്. 51 അക്ഷരങ്ങളായിട്ടുള്ള മാല ധരിച്ചിരിക്കുന്നവളാണ് ദേവി. അപ്പോ ദേവി ശബ്ദബ്രഹ്മം, ഈ ഡിക്ഷണറി, ഈ വേൾഡിലുള്ള എല്ലാ ഭാഷകളുടെയും കോശം, വിശ്വവിജ്ഞാന കോശം തന്നെയാണ് ദേവി. അതുകൊണ്ട് ശബ്ദബ്രഹ്മത്തിന്റെ നായികയാണ് ദേവി. അതുകൊണ്ടും ദേവി കോശനാഥയാണ്. അപ്പോ കോശം എന്ന് പറഞ്ഞാൽ ട്രഷറി എന്നർത്ഥം എടുക്കാം. സകല സമ്പത്തുകളുടെയും കോശം, അതിന്റെയൊക്കെ ലക്ഷ്മിയായിരിക്കുന്ന കോശനാഥയാണ് ദേവി. അതുപോലെ ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്നും മറച്ചു വെക്കുകയും തിരിച്ചു വീണ്ടും അതിനായിട്ട് ചേർക്കുകയും ചെയ്യുന്നത് ദേവിയാണ്. അതുകൊണ്ടും ദേവി കോശനാഥയാണ്. അതുപോലെ തന്നെ ശബ്ദബ്രഹ്മത്തിന്റെ എല്ലാ നിഘണ്ടുക്കളും ദേവി തന്നെയാണ്. അതുകൊണ്ടും ദേവി കോശനാഥയാണ്. അപ്പോ കോശനാഥ എന്നുള്ള നാമം നമസ്കരിച്ച് നമുക്ക് 691 നാമത്തിലേക്ക് പോവാം. ചതുരംഗബലേശ്വരി. നേരത്തെ നമ്മള് ദേവിയുടെ സൈന്യം കണ്ടപ്പോൾ നമ്മൾ ഗംഭീരമായിട്ട് പറഞ്ഞതായിരുന്നു ഇത് തന്നെയാണ് ചതുരംഗബലി. അപ്പൊ ആദ്യം രാജ്യലക്ഷ്മി, പിന്നെ കോശനാഥ, ഇനി ചതുരംഗബലേശ്വരി. എന്താണ് വേണ്ടത്? ഒരു രാജ്യത്തിന്റെ ലക്ഷ്മിയാണെങ്കിൽ അവിടെ നല്ല സൈന്യബലവും വേണം, അല്ലെ? ഇപ്പോ നമ്മളുടെ നാവികസേന ഹോർമൂസ് ഇടുക്കില് എല്ലാം സ്ഥാപിച്ചിരിക്കുകയാണ്, അവിടെ നിൽക്കുകയാണ് നമ്മുടെ നാവികസേന. അതിലൂടെ ഏതെങ്കിലും പിന്നെ നമ്മുടെ ഷിപ്പുകൾക്ക് പോരണം എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ലാതെ അതിനെ കടത്തിവിടാൻ, അവിടുന്ന് കടത്തിവിടാനുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടത്തിവിടാൻ വേണ്ടി തക്ക ശക്തമായിട്ടുള്ള ഒരു സൈന്യം, നാവിക സേന തന്നെ അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മളുടെ സൈന്യബലത്തെയാണ്. അപ്പൊ സൈന്യബലം എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവന്റെ ശക്തി മറ്റൊരുത്തിനെ ആക്രമിക്കാനല്ല. പക്ഷേ മറ്റൊരുത്തിനെ ആക്രമിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ ശക്തരായിരിക്കണം. അപ്പൊ ഭാരതത്തിന്റെ പണ്ടുകാലം മുതൽക്കേയുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ഒരിക്കലും മറ്റൊരാളെ ആക്രമിക്കരുത് എന്നുള്ളത്. എത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഇറാന്റെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇറാൻ ആര്യാവർത്തത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ഇപ്പോ ഇറാനിലെ ഭാഷ നോക്കുകയാണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ആര്യാവർത്തം എന്നതിന് സമാനമായ ശബ്ദങ്ങൾ നമ്മൾക്ക് കാണാൻ കിട്ടും ആ ഇറാൻ ഭാഷയിലും. അവിടുന്ന് അവിടെ തന്നെ ശിവക്ഷേത്രങ്ങളുണ്ട്, ഗണപതിയുടെ ക്ഷേത്രമുണ്ട് ഇറാനില്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മള് സനാതനികളാകൊണ്ട് പറയാൻ തോന്നും. പക്ഷെ പഴയ ആ ക്ഷേത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവിടെ. അപ്പോ ആ ഭാഗത്ത് നിന്നും ആദ്യമായിട്ട് അവിടെ സൗരാഷ്ട്രീയനിസം എന്ന് പറഞ്ഞ പാർസി മതം, വളരെ സമാധാനകാംക്ഷികളായിട്ടുള്ള പാർസി മതം കൂടി അവിടെ ഈ ഹിന്ദു മതത്തോടു കൂടെ തന്നെ വളരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ആ വളർന്നുകൊണ്ടിരുന്ന കാലത്ത് അവർ അഗ്നിയെയാണ് പൂജിച്ചിരുന്നത് പാർസികള്. അവരെ അവിടെ ഈ ഇസ്ലാം എന്ന് പറയുന്ന ആ ശക്തി വരികയും അവരെ എല്ലാവരെയും നശിപ്പിച്ച് അവരെയൊക്കെ കുറച്ചുപേര് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. കിട്ടിയ ഒരു കപ്പൽ പിടിച്ച് അവരെവിടേക്കെന്നില്ലാതെ ഓടി ഒളിക്കുന്നതാണ്. അങ്ങനെ അവർ വന്നടിയുന്നത് ഗുജറാത്തിലെ നവസാരി ജില്ലയിലെ സഞ്ജൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ആ ദീപം കെടാദീപം 1000 വർഷങ്ങൾക്ക് മുന്നെയാണ് അവർ വന്നത്. ആ ദീപം കൊണ്ടാണ്, ആ അഗ്നി കൊണ്ടാണ് അവർ വന്നത്. അത് ഈ സഞ്ജനിലെ ആ സ്ഥലത്ത് ഇറങ്ങിയതിനു ശേഷം അവിടെയുള്ള ഉദുവാഡ, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. ഉദുവാഡ എന്ന സ്ഥലത്തുള്ള ഫയർ ടെമ്പിൾ ആണ് പാർസികളുടെ അമ്പലം. ഫയർ ടെമ്പിൾ എന്നാണ് അറിയുക. അവിടെ ആരെയും അന്യമതസ്ഥരെ ഒന്നും കയറാൻ സമ്മതിക്കില്ല. എനിക്ക് ഒരുപാട് പാർസി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞാൻ സൂറത്തിലായിരുന്നപ്പോ. ഏറ്റവും പുണ്യമായിട്ടുള്ള സ്ഥലം ഇന്ന് ഭാരതത്തിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ പാർസികളുടെ എവിടെയൊക്കെ പാർസികളുണ്ടോ ലോകത്തെമ്പാടുമുള്ള പാർസികള് ഉദുവാഡയിലുള്ള ഫയർ ടെമ്പിളിൽ വരും. അപ്പൊ ഞാൻ പുറത്ത് കാത്തു നിൽക്കും. കാരണം നമ്മൾക്ക് ഉള്ളിലേക്ക് കയറാൻ പെർമിഷൻ ഇല്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, വളരെ റിജിഡ് റിലീജിയൻ ആണ്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ അവർ റിലീജിയൻ കൂടാതിരുന്നത്. പക്ഷെ വളരെ സോഫ്റ്റ് മൈൻഡഡ് ദേശസ്നേഹികളാണ്.
പാഴ്സികള്. അങ്ങനെ അവര് വന്ന് അവർക്ക് പരമാർ രാജാവ് അഭയം കൊടുത്ത് അവരെ ഇവിടെ പൊറിപ്പിച്ചു. അതുകൊണ്ടാണ് നമുക്കൊരു ടാറ്റയൊക്കെ കിട്ടിയത്, അല്ലെ? നമ്മളുടെ വ്യവസായങ്ങളുടെ മാതൃകയായിട്ടുള്ള ടാറ്റ ഗ്രൂപ്പിനെയൊക്കെ കിട്ടിയത് അങ്ങനെയാണ്. ആ പാഴ്സി കമ്മ്യൂണിറ്റി ഇപ്പോഴും ഏറ്റവും കൂടുതൽ സ്ട്രൈവ് ചെയ്യുന്നത്, ബാക്കിയുള്ളിടത്തൊക്കെ തുടച്ചു മാറ്റപ്പെട്ടു ഇറാനിൽ നിന്നെല്ലാം അവര്. അതേസമയത്ത് ആ വന്ന ഒരു കപ്പലില് അലഞ്ഞു തിരിഞ്ഞെത്തി അവരോട് രാജാവ് പറഞ്ഞത് എന്താ? ഒരൊറ്റ വാക്കേ അത്രേ പറഞ്ഞുള്ളൂ. ആ ഗുജറാത്തി നവസാരിയുള്ള രാജാവ്, നിങ്ങൾ പാലിൽ പഞ്ചസാര എന്നതുപോലെ ഇവിടെ ചേർന്നിരിക്കൂ. നിങ്ങള് പാലിനെ പൊട്ടിക്കുന്ന നാരങ്ങ നീരാവാതെ പാലിൽ പഞ്ചസാര പോലെ ഇരിക്കൂ എന്ന് പറഞ്ഞത്രേ. അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ ഇന്നും പാർസി കമ്മ്യൂണിറ്റി അത് ചെയ്യുന്നുണ്ട്. അവര് അങ്ങനെയുള്ള എല്ലാവരെയും ആ ചതുരംഗം, അപ്പൊ ആ പടയുണ്ടെങ്കിലാണ് നമ്മൾക്ക് ഈ ശക്തി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് എല്ലാവരും നമ്മെ മാനിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഹിസ്റ്ററി പറഞ്ഞത് നമ്മളിപ്പോ കണ്ടംപററി ആയിട്ട് ഒരു യുദ്ധം നടക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ ഈ ടെമ്പിളിന്റെ അടുത്ത്, ഫയർ ടെമ്പിളിന്റെ അടുത്ത് എപ്പോഴും, ഗുജറാത്തില് ധാരാളം പാർസികളുണ്ട്. ഏറ്റവും കൂടുതൽ പാർസികളുള്ള രാജ്യമാണ് ഗുജറാത്ത്. ഇന്ത്യയിലത്തെ പിന്നെ സ്റ്റേറ്റ് ആണ് ഗുജറാത്ത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് സൂറത്തിലാണ്. അപ്പൊ ഞാൻ സൂറത്തിൽ കുറെ കാലം വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് പാർസി ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ശവസംസ്കാരമൊക്കെ വളരെ വളരെ വിചിത്രമാണെന്ന് നമുക്ക് തോന്നും. അവർക്ക് ടവർ ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ആ ടവർ ഓഫ് സൈലൻസില് അധികം ആളുകളൊന്നും, ആ പ്രീസ്റ്റും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ആണുങ്ങൾ ആ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നവരും മാത്രമേണാൽ ആ സ്ഥലത്ത്, ആ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറില് ഒരു കപ്പി വെച്ചിട്ട് ഈ ഡെഡ് ബോഡിയെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആ പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കി വെക്കുക ചെയ്യുക. അപ്പൊ അതിനെ കുഴിച്ചിടുകയോ അതിനെ കത്തിച്ചു കളയുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ ധാരാളം കഴുകന്മാരുണ്ടായിരിക്കും അവിടെ. ഈ കഴുകന്മാര് വന്ന് ഈ ഡെഡ് ബോഡി, അപ്പോൾ അവരുടെ ബോഡി പോലും ആർക്കെങ്കിലും ഉപകാരമായി തീരണം എന്നുള്ള രീതിയിലാണ്. ഒന്നും പിന്നെ എന്ത് ചെയ്യുകയാണെങ്കിലും അത്രയും നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് അവരുടെ പ്രിൻസിപ്പിൾ ഒക്കെ ഉള്ളത്. സൗരാഷ്ട്ര റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാഷ്ട്രീയനിസം എന്നാണ് അതിന് പറയുക. അപ്പോ ടവർ ഓഫ് സൈലൻസ്, ഞാനിത് ആയിട്ട് ധാരാളം പരിചയമുണ്ട് ഈ ഇവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ചതുരംഗ ബലേശ്വരിയാണ് ദേവി. അതുകൊണ്ട് ആന, തേര്, കുതിര, കാലാൾ, ഇതാണ് ചതുരംഗം. ഈ ചതുരംഗങ്ങളൊക്കെ ദേവി തന്നെയാണ്. ദേവി തന്നെയാണ് ചതുരംഗപ്പടയായി നിൽക്കുന്നത്. ദേവി തന്നെയാണ് രാജ്യത്തിന്റെ ശക്തിയായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതാംബ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അതിനെ വീണ്ടും നമ്മള് അദ്വൈത സിദ്ധാന്തത്തിലേക്ക് പോവുകയാണെങ്കിൽ, ജീവാത്മാവിന്റെ സൈന്യ വ്യൂഹം, അല്ലെ? എന്താണത്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതാണ് ചതുരംഗം. നമ്മുടെ ജീവാത്മാവിന്റെ സൈന്യവ്യൂഹങ്ങളാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നുള്ള 4 സൈന്യങ്ങൾ. ഇതിനൊക്കെ വിഷ്ണുവിന്റെ 4 അവതാരങ്ങളായിട്ട് നമ്മൾ കാണുന്ന മനസ്സ് വാസുദേവനാലും, ബുദ്ധി പ്രദ്യുമ്നാലും, ചിത്തം അനിരുദ്ധനാലും, അഹങ്കാരം സംഘർഷണനാലും സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇതിന്റെയൊക്കെ ദേവതകളാണ്, വിഷ്ണു രൂപികളായിട്ടുള്ള ദേവതകളാണ് വാസുദേവനും പ്രദ്യുമ്നും അനിരുദ്ധനും സംഘർഷണനും. അപ്പോ ഇതെല്ലാം ലോകമാതാവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ജീവാത്മാവിന്റെ സൈന്യവ്യൂഹങ്ങളായിട്ടുള്ള മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ സേനകളെല്ലാം ആ ദേവിയുടെ കൃപയാണ്. അതുകൊണ്ട് ദേവി ചതുരംഗ ബലേശ്വരി. ജീവാത്മാവായാലും ബ്രഹ്മാണ്ടമായാലും അവിടെയൊക്കെ ദേവിയുടെ തന്നെ ചൈതന്യമാണ്. അതുകൊണ്ട് ദേവി ചതുരംഗ ബലേശ്വരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 692 നാമം നോക്കാം. സാമ്രാജ്യദായിനി. സാമ്രാജ്യദായിനി, അപ്പോ സാമ്രാജ്യം നൽകുന്നവൾ. ദായിനി എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കുന്നവള്. അപ്പോ രാജ്യദായിനി എന്നർത്ഥം കുറെ കൂടി വിപുലം. ശരിക്കും സാമ്രാജ്യദായിനി, ആദ്യം രാജ്യദായിനി എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി രാജാക്കന്മാരുടെയും രാജാവാണ് ആര്? സാമ്രാട്ട്. അപ്പൊ സാമ്രാജ്യം തന്നെ കൊടുക്കുന്നവളാണ് ദേവി. നേരത്തെ സുരതന്റെയും സമാധിയുടെയും കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ദേവി രാജ്യദായിനിയാണ്, സാമ്രാജ്യദായിനി കൂടിയാണ് ദേവി. രാജാക്കന്മാരുടെയും രാജാവ്, അവർക്കൊക്കെയും ദേവി തന്നെയാണ് ആ പദവി കൊടുക്കുന്നത്. അപ്പോ ശരിക്കും ജഗദംബയെ സാമ്രാജ്യദായിനി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. കാരണം ജഗത്തിന്റെ ഈശ്വരിയാണ് ദേവി. ഇനി സാമ്രാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംഗീത സാമ്രാട്ട്, സാഹിത്യ സാമ്രാട്ട്, ശില്പകല, ചിത്രകല സാമ്രാട്ട് എന്നൊക്കെ പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ഗംഭീരമായിട്ടുള്ളത്. അതൊക്കെ അവർക്കൊക്കെ ജഗദ്ധാത്രി ആയിട്ടുള്ള ഈ ദേവി തന്നെയാണ് എല്ലാ കലകളും
കൊടുക്കുന്നത്, അവരെയൊക്കെയും സാമ്രാട്ടുകളാക്കുന്നത് ദേവി തന്നെയാണ്. ഇനി രാജ്യലക്ഷ്മിയായിട്ടും കോശനാഥയായിട്ടും ചതുരംഗബലേശ്വരിയായിട്ടും ദേവി ഇരിക്കുന്നതിനാൽ ദേവി എന്താണ്? സാമ്രാജ്യദായിനിയാണ്. വളരെ സിമ്പിളാണ്. രാജ്യലക്ഷ്മിയായി വിലസുന്ന ആ രാജ്യം, ആ രാജാവ്, അല്ലെ? കോശനാഥയാണ്, ധാരാളം ട്രഷറി ഉണ്ട്, എല്ലാ തരത്തിലുള്ള സമൃദ്ധികളും അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാലോ ചതുരംഗ ബലേശ്വരിയായിട്ട് അവിടെ ഇങ്ങനെ വിലസാണ്. ഒരു ശത്രുക്കളും അടുത്തുപോലും വരില്ല. അപ്പൊ എല്ലാ രാജ്യങ്ങളും അവർക്ക് കീഴിലായി മാറും. അങ്ങനെ കഴിഞ്ഞാൽ ആ രാജാവ് ആരായി മാറും? സാമ്രാട്ടായി മാറും. അതുകൊണ്ട് സാമ്രാജ്യദായിനിയാണ്. അപ്പൊ റിലേറ്റഡ് ആണ്. അപ്പോ ജീവാത്മാവാണെങ്കിലും ഇതിനെ നമുക്ക് കമ്പയർ ചെയ്ത് പോവാം, കൈവല്യ പദത്തിലേക്ക് പോവും. ജീവാത്മാവിന്റെ സാമ്രാജ്യം ഏതാണ്? വൈകുണ്ഠം, കൈലാസം, ദേവിയുടെ ശ്രീപുരം, ഇതൊക്കെയാണ്. അപ്പോഴെത്തണെങ്കിൽ ആ കൈവല്യ പദമാണ്, ആ സാമ്രാജ്യ പദം കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി സാമ്രാജ്യദായിനി എന്ന് പറയുന്നു. ഇനി 693 നാമം സത്യസന്ധ. സത്യസന്ധ. സന്ധ എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്നവള്, സന്ധ്യ ആയിട്ടിരിക്കുന്നതിനാണ് സന്ധ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ സത്യത്തോട് ചേർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ സത്യനിഷ്ഠയുള്ളവൾ, സത്യം പാലിക്കുന്നവൾ, ഇതൊക്കെയാണ് സത്യസന്ധ എന്ന് പറഞ്ഞാൽ അർത്ഥം. ശരിക്കും ഈ ത്രിമൂർത്തികൾക്കും ദേവന്മാർക്കും കൊടുത്ത വാക്കനുസരിച്ച് ദേവി പല സമയങ്ങളിലും, അല്ലെ, ത്രിമൂർത്തികൾക്കും ദേവന്മാർക്കും കൊടുത്ത വാക്കനുസരിച്ച് ദേവി കാലാനുകാലങ്ങളില് ഇങ്ങനെ പല രൂപത്തില് പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനെ ഓരോ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനും ഓരോ കാര്യനിർവഹണത്തിനും വേണ്ടി ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന ഭഗവാൻ ഗീതയിൽ പറഞ്ഞതുപോലെ ദേവി പല രൂപങ്ങളിലും, ആ ഭഗവാനായിട്ടും പല രൂപങ്ങളിലും. ബ്രഹ്മം ഒന്നാണ്, യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ഇത്രയൊക്കെ ലളിതാ സഹസ്രനാമം പഠിച്ച് നമ്മള് ഇപ്പോ സരസ്വതിയെ ഇനി വരുന്നുണ്ട് അടുത്ത നാമം. സരസ്വതിയെ വേറെയല്ലേ, ലക്ഷ്മി വേറെയല്ലേ, അത് കഴിഞ്ഞാൽ ഗൗരി വേറെയല്ലേ, അങ്ങനെ പലതായിട്ട് നമുക്ക് തോന്നുകയാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ബ്രഹ്മം പല രൂപമെടുത്തതാണ്. പലതരത്തിൽ നമ്മളുടെ ആരാധനയ്ക്കനുസരിച്ചും സമ്പ്രദായങ്ങൾക്കനുസരിച്ചും സമ്പ്രദായേശ്വരി എന്നുള്ള നാമം വരുന്നുണ്ട്, അപ്പൊ പറയാം. അപ്പോ ശരിക്കും ദേവി ഇങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുമെങ്കിലും അതെല്ലാം അൾട്ടിമേറ്റ്ലി ബ്രഹ്മമാണ്, ആ അനശ്വര ചൈതന്യമാണ്. അതിനാണ് അതെപ്പോഴും സത്യസന്ധമായിരിക്കുന്നതാണ്, സത്യം പാലിക്കുന്നവളാണ്, പലതരത്തിലും അവതാരമെടുത്ത് ഭൂമിയിൽ വരുന്നവളാണ്. അതുകൊണ്ട് ദേവി സത്യസന്ധ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 694 നാമം സാഗരമേഖല. സാഗരമേഖല. അപ്പോ മേഖല എന്ന് പറഞ്ഞാൽ ഇവിടെ അരക്കെട്ട്, അരഞ്ഞാണം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ സാഗരം മേഖലയായവൾ, സാഗരം അരക്കെട്ടായവൾ. സാഗരം അരക്കെട്ടായി എന്ന് പറഞ്ഞാൽ എന്താണ്? സാഗരം എന്താണ്? അരഞ്ഞാണമായി മാറി, അല്ലെ? സാഗരം അരക്കെട്ടായവൾ എന്ന് പറഞ്ഞാൽ സാഗരം അരഞ്ഞാണം. അപ്പൊ മേഖല എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, അരഞ്ഞാണം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ സമുദ്രം അരഞ്ഞാണമായവള്. അപ്പൊ എങ്ങനെയാണ്? ഭൂമിയുടെ പര്യായമായി മാറി, അല്ലെ? സമുദ്രം അരഞ്ഞാണം ആർക്കാണ്? ദേവി തന്നെയാണത്. പക്ഷെ ശരിക്കും പ്രത്യക്ഷമായിട്ട് സമുദ്രം അരഞ്ഞാണമായിരിക്കുന്നത് ഭൂമി ദേവിക്കാണ്. അപ്പോ ഭൂമിയുടെ പര്യായമാണ് സാഗരമേഖല. സാഗരമേഖല എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പര്യായമാണ്. എങ്ങനെ? ഭൂമിയുടെ അരക്കെട്ടില് സമുദ്രം അരഞ്ഞാണമായിരിക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് സാഗരമേഖല എന്ന് ഭൂമി ദേവിക്ക് വിളിക്കുന്നത്. അപ്പോ ദേവി തന്നെയാണ് ഭൂമി ദേവി സ്വരൂപിണിയായിരിക്കുന്നത്. അതുകൊണ്ട് ദേവി സാഗരമേഖല എന്നറിയപ്പെടുന്നു. 14 ലോകങ്ങളുടെയും ദേവി ആ ബ്രഹ്മരൂപത്തില് ഇരിക്കുകയാണ്. അപ്പൊ ഭൂമിയുടെ അരക്കെട്ടിന്റെ ഭാഗത്താണ് ദേവി ഈ സമുദ്രം എന്ന് സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് ദേവി സാഗരമേഖല എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ മേഖല എന്നുള്ള അരഞ്ഞാണം അല്ലെങ്കിൽ അരക്കെട്ടിന്റെ ഭാഗം എന്നുള്ള ആ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഭൂമിദേവിയുടെ പര്യായമാണെന്ന് അറിയാൻ പറ്റും. ഭൂമിദേവി എന്ന് പറഞ്ഞാൽ ദേവി തന്നെയാണ്, മഹേശ്വരി ആയിട്ടുള്ള ദേവി തന്നെയാണ്. അതുകൊണ്ട് സാഗരമേഖല. അങ്ങനെ 135 ശ്ലോകം കഴിഞ്ഞു. 136 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക്. ദീക്ഷിതാ ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥധാത്രീ സാവിത്രി സച്ചിദാനന്ദരൂപിണി. ദീക്ഷിതാ ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥധാത്രീ സാവിത്രി സച്ചിദാനന്ദരൂപിണി. 695 മുതൽ
700 വരെയുള്ള 6 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. 136 ശ്ലോകത്തിലെ ഓരോന്നോരോന്നായി കാണാം. 695 ദീക്ഷിത. ദീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ശബരിമലയ്ക്ക് പോവാൻ ദീക്ഷ എടുത്തിരിക്കുകയാണ് എന്ന് പറയും. അല്ലെങ്കിൽ ജൈനമതം സ്വീകരിക്കാൻ ദീക്ഷ എടുത്തിരിക്കുകയാണ് എന്ന് പറയും, അല്ലെ? അപ്പൊ ദീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളുടെ താടിയൊക്കെ വളർത്തിയെന്ന് വെച്ചാൽ ദീക്ഷ. ദീക്ഷ എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങള് ഒരു പ്രത്യേക കാര്യം സാധിക്കാനുള്ള, നിഷ്ഠയായിട്ട് ഒരു സത്കർമ്മം സാധിക്കാൻ വേണ്ടിയിട്ട് നിഷ്ഠയോട് കൂടിയിട്ടുള്ള ചില ആചാര അനുഷ്ഠാനങ്ങൾക്കാണ് ദീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ശബരിമല അയ്യപ്പനെ കണ്ട് ആ ആത്മതത്വം അറിയാൻ വേണ്ടി പോവുകയാണ്. ആ ആത്മതത്വം അറിയാൻ വേണ്ടി പോകുമ്പോ എല്ലാവിധ നമ്മളുടെ ബാഹ്യമായിട്ടുള്ള ആ ഇന്ദ്രിയങ്ങളുടെ വ്യാപാരത്തെ കുറയ്ക്കണം. അതുകൊണ്ടാണ് താടിയും മീശയൊക്കെ വളർത്തുന്നതും, അതുപോലെ തന്നെ മുടിയൊക്കെ വളർത്തുന്നതും, അതുപോലെ കറുപ്പ് വസ്ത്രം അണിയുന്നതും. ഇങ്ങനെയൊക്കെ നമ്മളെ ബാക്കിയുള്ള എല്ലാ അട്രാക്ഷനുകളും മാറ്റി കുറച്ചു മാത്രം ഭക്ഷണം കഴിച്ച് മിതമായി സംസാരിച്ച് ധാരാളം ഭഗവാനില് ഫോക്കസ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയെ ദീക്ഷ എന്ന് പറയും. അപ്പൊ ദീക്ഷ എന്ന് പറഞ്ഞാൽ വ്രതമാണ്, ഒരു തരത്തിലുള്ള വ്രതം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സമർപ്പണത്തിനെയാണ് ദീക്ഷ എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും യമനിയമാദികളൊക്കെ അഭ്യസിച്ചിട്ട് സന്യാസം സ്വീകരിക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ചിട്ടക്കാണ് ദീക്ഷ, ശരിയായിട്ടുള്ള ദീക്ഷ എന്ന് പറയുന്നത്. ശരിക്കും ദേവി ഇവിടെ ആരാണ്? ലോകരക്ഷയ്ക്ക് ദീക്ഷ എടുത്തവളാണ്, വ്രതം എടുത്തവളാണ്. ദേവിക്ക് വേറൊന്നും വ്രതം എടുക്കണ്ടില്ല, അല്ലെ? ദേവി തന്നെ ദീക്ഷിതയാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ദേവി ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദീക്ഷിതയായുള്ളതാണ്. എപ്പോഴും ലോകരക്ഷ എന്നുള്ള ഒരൊറ്റ കാര്യമേ ദേവിക്കുള്ളൂ. അസുര നിഗ്രഹണത്തിന് വേണ്ടിയിട്ട് ദീക്ഷിതയായവളാണ്, അല്ലെ? അപ്പോ ആ ദേവിക്ക് നമസ്കാരം. ഇവിടെ ധീ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ എടുക്കുകയാണെങ്കിൽ ദീക്ഷിത എന്നുള്ളത് ദ എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും ദീയതേ കൃപയാ ശിഷ്യെ ക്ഷീയതേ പാപസംജയ തേന ദീക്ഷിതേതി കഥിത. പരാനന്ദ തന്ത്രം എന്നുള്ള തന്ത്രത്തില് ഉള്ള ഒരു ശ്ലോകമാണിത്. ദീയതേ കൃപയാ ശിഷ്യെ ക്ഷീയതേ പാപസഞ്ചയ തേന ദീക്ഷേതി കഥിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിഷ്യന്മാർക്ക് ദീയതേ കൃപയാ ശിഷ്യെ, ദീയതേ ശിഷ്യന്മാർക്ക് കൃപ കൊണ്ട് മന്ത്രോപദേശം കൊടുക്കുക. എന്നിട്ട് അവരുടെ ക്ഷീയതേ പാപസഞ്ചയ, അവരുടെ പാപസഞ്ചയങ്ങളൊക്കെ നശിപ്പിച്ച് കളയുക, പാപങ്ങളെ ക്ഷയിപ്പിക്കുക. ക്ഷീയതേ എന്ന് പറഞ്ഞാൽ ക്ഷയിപ്പിക്കുക. അങ്ങനത്തെ ആരാണ്? ഗുരുവാണ്. ആ ഗുരു ആരാണ്? ആ ഗുരുവിനെ തേന ദീക്ഷേതി കഥിത. അങ്ങനത്തെ ആളെ എന്ത് പറയുന്നു? ആ ആളാണ് ഗുരു. ആ ഗുരുവിനെ ദീക്ഷിതൻ എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ശരിക്കും ധീ കൊടുത്തിട്ട്, സദ്ബുദ്ധി കൊടുത്ത്, മന്ത്രോപദേശം കൊടുത്ത് ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ തന്റെ അനുയായികളുടെ അല്ലെങ്കിൽ തന്റെ ഭക്തരുടെ എല്ലാവിധ പാപങ്ങളെയും ക്ഷയിപ്പിച്ച് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗുരു തന്നെയാണ് ദേവി. അതുകൊണ്ടും ദേവിയെ ദീക്ഷിത എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ ശരിക്കും ജ്ഞാനം ജ്ഞാനം പ്രാപിക്കുന്ന ആളെയും ദീക്ഷിത എന്ന് പറയും. ജ്ഞാനം പ്രാപിച്ചവളാണ് ദേവി, ജ്ഞാന സ്വരൂപിണിയാണ് ദേവി. വീണ്ടും വീണ്ടും ആ അർത്ഥം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ ശിഷ്യഗണങ്ങൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും മോക്ഷപ്രദായിനിയായിട്ട് എല്ലാ പാപങ്ങളും ശമിപ്പിക്കുന്ന ദേവിയാണ്. അതുപോലെ തന്നെ ലോകരക്ഷയ്ക്ക് വേണ്ടി ദീക്ഷയെടുത്തവളാണ്, നിശ്ചയിച്ചവളാണ്, സമർപ്പിക്കപ്പെട്ടവളാണ് ദേവി. അതുകൊണ്ട് ദേവി ദീക്ഷിത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഓം ദീക്ഷിതായേ നമ. 696 നാമം ദൈത്യശമനി. നമുക്കറിയാം ഭണ്ഡാസുര നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ദേവി വന്നത്, അല്ലെ? അപ്പൊ ദൈത്യ നിഗ്രഹം എന്നുള്ളത് ദേവിയുടെ ഒരു ലീല തന്നെയാണ് എപ്പോഴും. ദൈത്യൻ എന്ന് പറഞ്ഞാൽ അസുരൻ എന്നർത്ഥം. ശമനി എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുന്നവള്, നശിപ്പിക്കുന്ന. ഉഷ്ണശമനി, ദാഹശമനി എന്നൊക്കെ പറഞ്ഞാൽ ദാഹത്തെ ശമിപ്പിക്കുന്നത്, ദാഹത്തെ അടക്കുന്നത്, ദാഹത്തെ നശിപ്പിക്കുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ ദൈത്യനെ നശിപ്പിക്കുന്നവളാണ്, അടക്കുന്നവളാണ്, അതുപോലെ തന്നെ ശമിപ്പിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി ദൈത്യശമനി എന്ന് പറയുന്നു. ഇപ്പൊ നമുക്കറിയാം മധുകൈടവന്മാരെ ഇപ്പൊ എല്ലാവരും ദേവി മഹാത്മ്യം വായിക്കുന്നുണ്ടായിരിക്കും. നവരാത്രിയുടെ 4-ാം ദിവസമാണെന്ന്. അപ്പോ മധുകൈടവ വധം ആണ് ആദ്യം പറയുന്നത്, അല്ലെ? ആദ്യത്തെ. അത് കഴിഞ്ഞാൽ ഭണ്ഡാസുരൻ, ശുംഭൻ, നിശുംഭൻ, മഹിഷൻ, രക്തബീജൻ തുടങ്ങിയ ധാരാളം അസുരന്മാരെയൊക്കെ ദേവി കാലാകാലങ്ങളില് ദേവകൾക്ക് കൊടുത്ത വാക്കനുസരിച്ച് വന്ന് നശിപ്പിക്കാറുണ്ട്. ഇനി ദൈത്യൻ എന്നുള്ള വേർഡ് നമ്മൾ നോക്കുകയാണെങ്കിലോ, ദക്ഷ പ്രജാപതിക്ക് 60 പുത്രിമാരുണ്ടായിരുന്നു.
60 പുത്രിമാരില് 13 പുത്രിമാരെ കശ്യപ പ്രജാപതിയാണ് വിവാഹം കഴിച്ചത്. 13 പുത്രിമാര്. അതിലുണ്ടായിരുന്നു അദിതി, ദിതി, ധനു. അവര് അതിഥിക്കുണ്ടായ മക്കളൊക്കെ സൽസ്വഭാവികളായിരുന്നു. അവര് ആദിത്യന്മാരായി മാറി. അവരാണ് ദേവന്മാര്. നമ്മൾ ആദിത്യന്മാരെയൊക്കെ കുറിച്ച് വളരെ കൃത്യമായിട്ട് കണ്ടു, ഓരോ എത്ര ആദിത്യന്മാരാണെന്നുള്ളതൊക്കെ. ദിതിക്കുണ്ടായ മക്കളൊക്കെ ദൈത്യ സ്വഭാവമുള്ളവരായിരുന്നു. അതുകൊണ്ട് അവര് ദൈത്യന്മാരായി മാറി. അത് കഴിഞ്ഞാലോ ധനു എന്ന് പറഞ്ഞാൽ ദാനവ സ്വഭാവമുള്ളവര്. അപ്പൊ ഒരേ പിതാവും ഒരേ സഹോദരിമാരുമാണ്, എന്നിട്ടും വിവിധ തരത്തിലുള്ള സ്വഭാവമായി മാറി. അതാണ് കർമ്മം. കർമ്മവും കർമ്മത്തിന്റെ അനുഷ്ഠാനവും എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ദേവനും അസുരനും ഒന്നും വേറെയല്ല, എല്ലാം നമ്മിൽ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിച്ചു തരുന്നുണ്ട്. അപ്പൊ അതിഥിയും ദിതിയും ധനുവും ഒക്കെ സിസ്റ്റേഴ്സ് ആയിരുന്നു. ഒരേ അച്ഛനാണ്. ആര്? കശ്യപ പ്രജാപതി. ഒരേ മുത്തശ്ശനാണ്. ആര്? ദക്ഷ പ്രജാപതി. എന്നിട്ടും ഈ വക ഗുണങ്ങളൊക്കെ വ്യത്യസ്തമായി മാറി. ഇപ്പൊ ഇവിടെ ഓരോ വ്യക്തിയിലുമുള്ള അസുരാംശം, അല്ലെ? ആ അസുരാംശവുമുണ്ട്, ദൈവാംശവുമുണ്ട്. നമ്മൾ കണ്ടതാണത്. ഒരാളും സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒറ്റയ്ക്കൊറ്റയ്ക്കാക്കി വരുന്നില്ല. ഏറ്റവും കൂടുതൽ സത്വഗുണവും വളരെ കുറച്ച് തമോ ഗുണം, അല്ല, സത്വഗുണവും രജോ ഗുണവും, അത് കഴിഞ്ഞ് ഒട്ടും വളരെ തൊട്ടു തീണ്ടാത്ത അത്ര മാത്രം തമോ ഗുണവും വന്നു കഴിഞ്ഞാലാണ് അവര് എന്തായി മാറുന്നത്? ആദിത്യ സ്വഭാവം, ദൈവികതയുള്ള ആളുകളായി മാറുന്നത്. അതേ സമയത്ത് ആരുടെ സ്വഭാവമാണോ കുറച്ചു കൂടുതൽ അവരുടെ ഈ സ്വഭാവങ്ങൾക്ക് അനുസരിച്ചിട്ട് ആ ഗുണങ്ങൾ കിട്ടാതെ അവരില് ആ വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം കൂടുതൽ വരുന്ന സമയത്ത് അവർക്ക് എന്താണ്? സത്വഗുണമില്ല, സത്വഗുണം വളരെ കുറവാണ്, ഒട്ടുമില്ല. രജോ ഗുണം ധാരാളമായിരിക്കുന്നു, തമോ ഗുണമായിരിക്കുന്നു. അപ്പൊ അവരൊക്കെ രജോ ഗുണ പ്രാധാനിയായിട്ടുള്ള രാജാക്കന്മാരും ഒക്കെ ആയി മാറും. അതേസമയത്ത് തമോ ഗുണ പ്രധാനിയായിട്ടുള്ള രാക്ഷസവർഗങ്ങളായി മാറുന്നത് ആരാണ്? അത് മാത്രമേ അവർക്കുള്ളൂ. ആദ്യത്തെ രണ്ടും വളരെ കുറച്ചായി മാറും, മൂന്നാമത്തെ ഗുണം മാത്രം പ്രോമിനന്റ് ആയി മാറും, തമോ ഗുണം. അതുകൊണ്ട് അവര് രാക്ഷസ വർഗത്തിലായി മാറും, അല്ലെങ്കിൽ രാക്ഷസ സ്വഭാവമുള്ളവരായി. മനുഷ്യരിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ഈ 3 സ്വഭാവങ്ങളുള്ളവരും, അതുപോലെ തന്നെ ബ്രഹ്മജ്ഞാനം കിട്ടിയവരും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ജാതിയല്ല നമ്മൾ കണ്ടു. ബ്രഹ്മജ്ഞാനം കിട്ടിയവരും, അതുപോലെ തന്നെ രജോ ഗുണമുള്ളവരും. ബ്രാഹ്മണന്മാരിലും ക്ഷത്രിയ സ്വഭാവമുള്ളവരുണ്ട് ധാരാളം. അതുപോലെ തന്നെ രജോ ഗുണം കിട്ടിയവരും, അതുപോലെ തന്നെ തമോ ഗുണം കിട്ടിയവരും നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോ ശരിക്കും നമ്മുടെ ആ സഞ്ചിതമായിട്ടുള്ളതും ആർജിതമായിട്ടുള്ളതും പാപങ്ങളാൽ നമ്മളിങ്ങനെ വരുമ്പോൾ ഓരോ വ്യക്തിയിലുള്ള ആ അസുരാംശം എത്രയാണെങ്കിലും അത് സാധനയിലൂടെ, സത്സംഗത്തിലൂടെ ഒക്കെ കുറച്ചിട്ട് എന്ത് ചെയ്യണം? സദ്ഗുണങ്ങളെ വർദ്ധിപ്പിക്കണം. അങ്ങനെ ആ വർദ്ധിപ്പിക്കാൻ ആരാണ് സഹായിക്കുന്നത്? ആ സച്ചിന്ത തരുന്നത് ദേവിയാണ്. നമ്മളുള്ള ദൈത്യ സ്വഭാവത്തെ ശമിപ്പിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ദൈത്യ ശമനി. അതുകൊണ്ടാണ് നമ്മൾ നവരാത്രിക്ക്, ചൈത്ര നവരാത്രിക്ക് 9 ദിവസം വളരെ നല്ല ആഹാരങ്ങൾ കഴിച്ച്, ശുദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച്, അതുപോലെ തന്നെ നമ്മള് സാത്വികമായിട്ടുള്ള ആഹാരങ്ങളും, രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തുകയും ജപിക്കുകയും ഒക്കെ ചെയ്ത് റെഗുലറൈസ് ആവാൻ ശ്രമിക്കുന്ന, മണ്ഡലകാലത്ത് നമ്മൾ 41 ദിവസം വ്രതം എടുക്കുന്നതും, കർക്കിടക മാസത്തിൽ നമ്മൾ ശുദ്ധരായിട്ട് രാമായണം വായിക്കുന്നതും ഒക്കെ എന്തിനാണ്? ഈ ആസുരികതയെ പതുക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ദൈത്യശമനിയായി വിളങ്ങുന്ന ദേവി തന്നെയാണ് പ്രത്യക്ഷമായിട്ട് അസുരന്മാരെ നിഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ദൈത്യ ഗുണത്തെ കുറച്ച് നമ്മൾക്ക് സദ്ഗതിക്ക് വേണ്ടിയിട്ടുള്ള വഴി കാണിച്ചു തരുന്നതും ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ദൈത്യശമന്യേ നമ എന്ന് നമുക്ക് ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട്. ഇനി 697 നാമം സർവലോകവശങ്കരി. സർവലോകവശങ്കരി. വശങ്കരി എന്ന് പറഞ്ഞാൽ സ്വാധീനത്തിലാക്കുന്നവൾ, വശത്തിലാക്കുന്നവൾ, അല്ലെ? വശത്തിൽ ആക്കുന്നവളെയാണ് വശങ്കരി എന്ന് പറയാം. അപ്പൊ സർവ്വലോകങ്ങളെയും വശത്തിലാക്കുന്ന ദേവി തന്നെയാണ്. സർവ്വലോകങ്ങളും ചരിക്കുന്നത് ദേവിയുടെ കൃപയാലാണ്. ദേവിയുടെ ലീലാവിലാസങ്ങളാണ് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഈ ബ്രഹ്മാണ്ടത്തിലെ. അതുകൊണ്ട് ദേവി തന്നെയാണ് സൃഷ്ടിച്ച് പാലിച്ച് സംഹരിക്കുന്നവള്. അതുകൊണ്ട് ദേവി സർവ്വലോകങ്ങളെയും സ്വാധീനത്തിലാക്കിയവളാണ്. ദേവി സർവ്വലോക വശങ്കരിയാണ്. സർവലോക വശങ്കരിയാണ്. അങ്ങനെയാണ് അതിന് സർവലോകവ ശങ്കരി എന്ന് പറയുന്നത്. സർവലോക വശങ്കരി എന്നാണ്. അപ്പോ
അതുപോലെ തന്നെ തന്റെ ഭക്തന്മാർ എല്ലാവരെയും തന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. കൊറോണ വന്നു, എന്തേ സംഭവിച്ചത്? എല്ലാവരും വീട്ടിലായി, പ്രാർത്ഥന തുടങ്ങി. ഓൺലൈൻ ക്ലാസ് എന്നുള്ള കൺസെപ്റ്റിനെ ഇത്രയും മനോഹരമാക്കി തീർത്തത് എന്തായിരുന്നു? കുറെ നഷ്ടങ്ങൾ ഉണ്ടായി, ഇല്ല എന്ന് പറയുന്നില്ല. കുറെ ആളുകൾക്ക് തന്റെ സ്വജനങ്ങളെ നഷ്ടപ്പെട്ടു. അതൊക്കെ സങ്കടമുള്ള കാര്യം തന്നെയാണ്. എങ്കിലും ദേവി ആ സമയത്ത് തന്റെ വശത്താക്കി, അല്ലെ? ആ ജ്ഞാനം കൊടുത്തിട്ട്, ജ്ഞാനം ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോ ഒരു വീട്ടില് അന്ധകാരം വന്നു, ലൈറ്റ് ഇലക്ട്രിസിറ്റി പോയി, എന്ത് ചെയ്ത് വാളെടുത്ത് വെട്ടിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ കുറെ കാശ് എടുത്തിട്ടിട്ട് കാര്യമില്ല, കുറെ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ല, കുറെ വെള്ളം തെളിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്താലേ ആ ഇരുട്ട് മാറുള്ളൂ? പ്രകാശം കൊണ്ടുവരല്ലോ. അപ്പോ മനസ്സിലുള്ള അന്ധകാരം മാറണമെങ്കിൽ ജ്ഞാനത്തിന്റെ വെളിച്ചം കിട്ടണം. ആ വെളിച്ചമായിരിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ടും ദേവി ആ സർവലോകം, ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ജനങ്ങള്, മാലോകർ, അല്ലെ? നമ്മൾ പെട്ടില്ലേ അതിനകത്ത്? മാലോകർ എന്ന് പറഞ്ഞാൽ, ലോകം എന്ന് പറഞ്ഞാൽ ജനം എന്നർത്ഥമുണ്ട്. അപ്പൊ ഈ ലോകർക്കൊക്കെ സൗഖ്യം കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്നതുപോലെ ഇപ്പൊ സർവ്വലോകയും വശങ്കരിയാക്കുന്ന, തന്റെ വശത്താക്കുന്നവളാണ്. സർവ്വലോകങ്ങളും ദേവിയുടെയാണ്. അതുപോലെ തന്നെ ഇനി നമ്മള് പിണ്ടാണ്ട സ്വരൂപികളായിട്ടുള്ള നമ്മൾക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാ സർവ്വ ആളുകളെയും തന്റെ വശത്താക്കുന്നത് ദേവിയാണ്. സന്മാർഗത്തിലേക്ക് നയിക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് തന്നെയാണ് നവരാത്രിക്കൊക്കെ ഇത്ര പ്രാധാന്യം, അല്ലെ? അപ്പോ അതോടുകൂടി 697 നാമം കഴിഞ്ഞു. 698 നാമം സർവാർത്ഥദായിനി. സർവ അർത്ഥദായിനി, സർവ അർത്ഥങ്ങളും. എന്താണ് ശരിക്കും അർത്ഥം? ഇപ്പൊ ധനമൊക്കെ കഴിഞ്ഞു, രാജലക്ഷ്മിയും കോശനാദിയും ഒക്കെ കഴിഞ്ഞു. ഇനി എന്താണ്? സർവ അർത്ഥങ്ങളാണ്. ഇവിടെ അർത്ഥം എന്താണ്? ശരിക്കും ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതെന്താണ്? പുരുഷാർത്ഥങ്ങള്, അല്ലെ? ഈ ഭൂമിയില് മനുഷ്യനായി, സാധാരണ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് എന്താണ്? ധർമ്മം. അതുകൊണ്ടാണ് ബ്രഹ്മചര്യത്തിന്റെ സമയത്ത് എല്ലാവരും ധർമ്മിഷ്ഠരായിരിക്കും. ആ 19 വയസ്സ് വരെയോ 21 വയസ്സ് വരെയുള്ള ആ ധർമ്മം തന്നെ ചര്യയായി എടുത്തിരിക്കുകയാണ് അവര്, ധർമ്മം. അത് കഴിഞ്ഞാൽ ഗാർഹസ്ഥ്യത്തിന്റെ സമയത്ത് ജോലിയൊക്കെ ചെയ്ത് അർത്ഥസമ്പാദനങ്ങൾ ചെയ്യും. അതിലൂടെ കാമം, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കും. അത് കഴിഞ്ഞ് അതെല്ലാം കഴിയുമ്പോൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി വാനപ്രസ്ഥവും സന്യാസവും ചെയ്യും. ഇതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. ഇപ്പൊ സന്യാസിക്കാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പോ അതിനുള്ള കർമ്മം നമ്മൾക്ക് ഉണ്ടാവില്ല. എല്ലാം ത്യജിച്ച് ആ കൈവല്യ പദത്തിലേക്ക് എത്താൻ പറ്റില്ലെങ്കിലും വാനപ്രസ്ഥമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, എല്ലാം ഉപേക്ഷിക്കാനുള്ള ആ കഴിവ്, ഒന്നും എനിക്ക് വേണ്ട, ഞാനെല്ലാം എന്റെ കൺട്രോളിൽ എല്ലാം നടക്കണം എന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് ആ ഭഗവത് നാമം ജപിച്ച് സദ്ഗതി മാത്രം വേണമെന്നുള്ള ആ അവസ്ഥയിൽ നമ്മൾ ഇരിക്കുന്നതാണ്. ആ ത്യാഗമാണ് ശരിക്കും എന്ത്? വാനപ്രസ്ഥം. അല്ലാതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വനത്തിലേക്ക് വനമേ ഇല്ല, പിന്നെ എവിടേക്കാ പോകുന്നത്? അങ്ങനെ പോകുമ്പോഴാണ് പിന്നെ നിങ്ങൾ സന്യാസം ആവുക, സന്യാസിയായി മാറുന്നത്. അതാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം. അപ്പൊ ശരിക്കും 4 പുരുഷാർത്ഥങ്ങളും ദേവി കൊടുക്കുന്നു. അതുകൊണ്ട് സർവ അർത്ഥദാത്രിയാണ് ദേവി, സർവാർത്ഥദാത്രി എന്ന്. അപ്പോ ദേവി ആരാണ്? സർവാർത്ഥ സാധികയുമാണ്. എല്ലാ അർത്ഥങ്ങളും കൊടുക്കുന്നവളാണ്, അല്ലെ? സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ, അല്ലെ? അപ്പോ ശരിക്കും സർവാർത്ഥ സാധികയാണ് ദേവി. അതുകൊണ്ട് ദേവി സർവാർത്ഥദാത്രി എന്ന നാമത്തിന് വളരെ ഉചിതയാണ്. ഇനി 699 നാമം സാവിത്രി. സാവിത്രി, സാവിത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സവിതാവിനെ സംബന്ധിച്ചവളാണ് സാവിത്രി. സവിതാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും സവിക്കുക എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്നാണ് അർത്ഥം. സൃഷ്ടിക്കുക, പ്രസവിക്കുക, ഇതൊക്കെയാണ് സാവിത്രി എന്ന് പറയുന്നില്ല സവിത. അപ്പൊ സവിതാവ് ആയിട്ട് 2 സവിതാക്കളുണ്ട് നമുക്ക്. ഒന്ന് സൂര്യൻ, കർമ്മസാക്ഷിയായിട്ടുള്ള സൂര്യനെ സവിതാവ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ജഗത്തിലെ സവിതാവാണ്, ജഗത്തിന്റെ സവിതാവാണ് ആര്? പരമശിവൻ. ജഗത്തിന് പ്രസവിത്രിയായത്, ജഗത്തിന്റെ സൃഷ്ടിക്ക് കാരണം ആരാണ്? പരശിവൻ. ആ പരശിവന്റെ ശക്തിയായിട്ട് ജഗത്തിനെ സൃഷ്ടിച്ചതാരാണ്? ദേവി. അതുകൊണ്ട് ജഗത്തിനെ പ്രസവിച്ചത് ദേവിയാണ്. സവിതാവായിട്ടുള്ള ശിവന്റെ പത്നിയാണ് ദേവി. അതുകൊണ്ട് ദേവി സാവിത്രിയാണ്. അത് സൂര്യനെ എടുക്കുകയാണെങ്കിലോ, സൂര്യന്റെ പ്രഭ എന്താണ്? ദേവി തന്നെയാണ്. തപനോടുപമണ്ഡല എന്നൊക്കെ നമ്മൾ കേട്ടു. ദേവിയുടെ തന്നെ പ്രകാശമാണ്
ദേവി തന്നെയാണ് അഗ്നിയായിട്ടും ചന്ദ്രനായിട്ടും സൂര്യനായിട്ടും ബ്രഹ്മാണ്ടത്തിൽ വെളിച്ചം കൊടുക്കുന്നത്. അതുകൊണ്ട് ദേവി സാവിത്രി, സവിതാവിന്റെ എല്ലാ വെളിച്ചങ്ങൾക്കും കാരണമായവൾ. അതുകൊണ്ട് ദേവി സാവിത്രിയാണ്. അപ്പോ സൂര്യന്റെ പ്രകാശം ദേവിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അതുകൊണ്ടും ദേവി സാവിത്രി. പക്ഷെ ഇവിടെ ഏറ്റവും ജഗത്തിന്റെ കാരണക്കാരനായിട്ടുള്ള പരമശിവൻ സവിതാവാകുമ്പോൾ ദേവി സവിതാവിന് ശക്തി കൊടുത്ത് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നവളാണ്. അതുകൊണ്ട് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്ന, പ്രസവിക്കുന്ന ദേവിയാണ്. അതുകൊണ്ടും ദേവി സാവിത്രി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 700-ാമത്തെ നാമം, 700-ാമത്തെ നാമത്തിൽ എത്തി നമ്മള്. സച്ചിദാനന്ദ രൂപിണി. സച്ചിദാനന്ദയെ കുറിച്ച് ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും ഒന്ന് ചുരുക്കത്തിൽ പറയാം. സത്ത്, ചിത്ത്, ആനന്ദം, ഈ മൂന്നും സ്വരൂപമായതാണ് ദേവി. സത്ത്, ചിത്ത്, ആനന്ദം. അപ്പൊ തന്റെ സ്വരൂപമാണ് സത്തും ചിത്തും ആനന്ദവും. അപ്പൊ നിത്യവും ചൈതന്യവും ആനന്ദവും ആയിരിക്കുന്നവളാണ് ദേവി. നിത്യമാണ് സത്ത്, ഒരിക്കലും അവസാനിക്കാത്തതാണ് സത്ത്. അതിന് കാലങ്ങളില്ല, ദേശങ്ങളില്ല. അതുപോലെ തന്നെ ചിത്ത എന്ന് പറഞ്ഞാൽ ചൈതന്യമാണ്, ആനന്ദം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദമാണ്. ഈ മൂന്നിന്റെയും സ്വരൂപമാണ് ദേവി. സത്ത് എല്ലാ കാലത്തും എല്ലായിടത്തും ഇരിക്കുന്നതാണ് സത്ത്, എവിടെ പോയാലും. ഇനി എല്ലാം കഴിഞ്ഞ് മഹാപ്രളയം വന്നു കഴിഞ്ഞാൽ ആ സത്ത് ഒരിക്കലും പോകുന്നില്ല, അതങ്ങനെ സുഷുപ്താവസ്ഥയിൽ ഇരിക്കുകയാണ്. ചിത്ത എന്ന് പറയുന്നത് എന്താണ്? ഒന്നിന്റെയും സഹായമില്ലാതെ സ്വയം വിളങ്ങുന്ന ശുദ്ധമായ ജ്ഞാന സ്വരൂപത്തെ ചിത്ത എന്ന് പറയുന്നു. അപ്പോ കാരണം ഒന്നിന്റെ ആശ്രയമില്ലാതെ എന്നാൽ സ്വയം വിളങ്ങുന്നതാണ് ചിത്ത്. അത് രണ്ടും കൂടിയിരിക്കുമ്പോൾ വരുന്നതാണ് ആനന്ദം. ആനന്ദം ഒന്നിന്റെയും അപേക്ഷയില്ല, ഒന്നും വേണ്ട, എനിക്കെല്ലാം മതിയായി. എന്നിട്ട് ആ പരമാനന്ദ സ്വരൂപത്തെ മാത്രം ധ്യാനിച്ച് ആ ആനന്ദ ചിന്മയ ഹരേ എന്ന് പറയുന്നതും അതുപോലെ തന്നെ നാരായണീയത്തിലെ ശ്ലോകവും ആ പീയൂഷധാര മാത്രം മനസ്സിൽ കണ്ടിരിക്കുന്ന ആ രാവാണ് പരമാനന്ദ ഭാവം, അല്ലെ? ആ ഭാവം ഇരിക്കുന്നതാണ് ആനന്ദം. അതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. ദേവി സത്യസ്വരൂപിണിയാണ്, ദേവി ചൈതന്യ സ്വരൂപിണിയാണ്, ദേവി ആനന്ദ സ്വരൂപിണിയാണ്, ദേവി സച്ചിദാനന്ദ രൂപിണിയാണ്. അപ്പൊ ഈ ബ്രഹ്മത്തിന്റെ 3 ഗുണങ്ങളാണിത്, സത്തും ചിത്തും ആനന്ദവും. ആ ഗുണങ്ങളായിരിക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി സച്ചിദാനന്ദ രൂപിണി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി ഇതോടുകൂടി 700 നാമങ്ങൾ കഴിഞ്ഞു, 70% കഴിഞ്ഞു നമ്മുടെ. അപ്പോ ഇനി വരുന്ന നാമങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച അർത്ഥങ്ങളായിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. 137-ാമത്തെ ശ്ലോകം വായിക്കാം. ദേശകാലാപരിച്ഛിന്ന സർവകാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബാ ഗുഹ്യരൂപിണി. ദേശകാലാപരിച്ഛിന്ന, ദേശകാല അപരിച്ഛിന്ന എന്ന് പറയണം, പരിച്ഛിന്ന എന്നുള്ളതല്ല. ദേശകാലാപരിച്ഛിന്ന സർവകാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബാ ഗുഹ്യരൂപിണി. ദേശകാല അപരിച്ഛിന്ന എന്താണ്? പരിച്ഛിന്നമാക്കുക എന്ന് പറഞ്ഞാൽ പരിച്ഛേദ്യ എന്നുള്ളൊരു നാമം നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് അപരിച്ഛിന്ന എന്ന് വരുന്നത് അവിടെ. പരിച്ഛിന്ന എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുക, ലിമിറ്റ്. ദേശങ്ങളെ കൊണ്ടും കാലങ്ങളെ കൊണ്ടും പരിമിതപ്പെടുത്താൻ പറ്റുമോ ദേവിയെ? പറ്റില്ല. അതുകൊണ്ട് ദേശകാല പരിച്ഛിന്ന എന്ന് പറയരുത്, ദേശകാല അപരിച്ഛിന്ന എന്നാണ്. ദേശങ്ങളെ കൊണ്ടും കാലങ്ങളെ കൊണ്ടും പരിമിതപ്പെടുത്താനോ അളക്കാനോ ഒന്നും സാധിക്കില്ല. പഞ്ചേന്ദ്രിയങ്ങൾ, ദേശവും കാലവും പോട്ടെ, പഞ്ചേന്ദ്രിയങ്ങളുടെ വ്യാഹൃതിക്കും അപ്പുറത്താണ് ദേവി. അതുകൊണ്ട് ദേവി ദേശകാല അപരിച്ഛിന്നയാണ്. ദേശങ്ങളാലും കാലങ്ങളാലും ഒന്നും ദേവിയെ പരിമിതപ്പെടുത്താനോ അളക്കാനോ സങ്കല്പിക്കാനോ ഒന്നും കഴിയില്ല. നമ്മൾ രൂപം കൊടുക്കുകയാണ്. ഈ കാണുന്ന ഏതെങ്കിലും വസ്തുക്കളോട് നമ്മൾ കമ്പയർ ചെയ്യാണ്, നമ്മളുടെ മനസ്സിന് ആ രൂപത്തെ ഒന്ന് കോംപ്രഹെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് പിടികിട്ടില്ല, അത് അനുഭവിച്ചറിയണം. ആത്മാനന്ദത്തിൽ മാത്രമേയാണ് ദേവി അറിയാൻ പറ്റുള്ളൂ. മറ്റതൊക്കെ നമ്മൾ സങ്കല്പിക്കുകയാണ്, ദേവിയുടെ രൂപം എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുകയാണ്. കാരണം സങ്കല്പിച്ച് അതിൽ അലിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോ അനാദിയായിട്ടുള്ള ദേവി ആരാണ്? ശാശ്വതയാണ്. എന്ന് നശിക്കും എന്നുണ്ടാവും എന്നൊന്നും ദേവിക്കില്ല. അതിനാൽ അതിനൊന്നും പ്രസക്തിയേ ഇല്ല. ദേവി എന്നുണ്ടായി എന്നു നശിച്ചു ഒന്നും പ്രസക്തിയില്ല. കാരണം അനാദിയാണ് ദേവി. അതുകൊണ്ട് കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് പറയുന്ന ആ നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞ അതേ ബ്രഹ്മതത്വം തന്നെയാണ് ദേവി. അത് തന്നെയാണ് ദേവി. അപ്പോ കാലങ്ങൾക്കും ദേശങ്ങൾക്കും
അതീതമാണ്, നിർമുക്തമാണ്, അതിൽ നിന്നൊക്കെ മുക്തമായിട്ടുള്ളതാണ് ദേവി. അതുകൊണ്ട് ദേവി ദേശകാല അപരിച്ഛിന്ന എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. 702 നാമം സർവക. സർവക, സർവക എന്ന് പറഞ്ഞാൽ സർവത്ര ഗമിച്ചിരിക്കുന്നത്. സർവത്ര ഗമിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. സർവത്ര വ്യാപരിച്ചിരിക്കുന്നത്. സർവക, എല്ലാത്തിനും കാരണം. അതിന്റെ അർത്ഥം എന്താണ്? എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഗമിച്ചിട്ടുണ്ട്, എല്ലാറ്റിലും ഉണ്ട്. അപ്പൊ എന്താണത്? അത് തന്നെ ദേവി, അത് തന്നെയാണ് ബ്രഹ്മം. അപ്പോ ഈ പ്രപഞ്ചമാകുന്ന വസ്ത്രം, ഈ ബ്രഹ്മാണ്ടത്തില് നമുക്ക് സങ്കല്പിക്കാവുന്ന ഈ പ്രപഞ്ചത്തെ ഒരു വസ്ത്രമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഊടും പാവും ദേവിയാണ്. ദേവി അല്ലാണ്ട് ഒന്നുമില്ല. സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം എടുത്താലും ഒരു തിരമാല എടുത്താലും ഒക്കെ ആ സമുദ്രം തന്നെയായിരിക്കും, ആ വെള്ളം തന്നെയായിരിക്കും. അത് തന്നെ ആ സമുദ്രമായിരിക്കുന്ന ആ ജലം തന്നെയാണ് ദേവി. അതുകൊണ്ട് ദേവി സർവക, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ്. ചരവും അചരവും ആയിരിക്കുന്നതും അണുവിലും മഹത്തിലും, അണോരണിയാൻ മഹതോ മഹിയാൻ, അണുവിലും മഹത്തിലും എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് ദേവി. അതുകൊണ്ട് സർവക എന്ന് പറയുന്നു. വേദങ്ങളും യാഗങ്ങളും ദേവി തന്നെയാണ്. സ്വർഗവും ഭൂമിയും ദേവി തന്നെയാണ്. ഈ ജഗത്താകെ ദേവി തന്നെയാണ്. എല്ലാം ആരാധിക്കപ്പെടുന്നതും എല്ലാം യജിക്കപ്പെടുന്നതും ഒക്കെ ദേവിയെ തന്നെയാണ്. ഇങ്ങനെ ദേവിയെ അറിയുന്നവൻ ദേവിയില് വിലയം പ്രാപിച്ച് കൈവല്യത്തെ പ്രാപിക്കുന്നു. അതാണ് സർവക എന്ന് പറയുന്ന ദേവി. അതുകൊണ്ട് ദേവി എന്താണ്? ദേവ്യാ വ്യാപ്തം ഇതം സർവം ജഗത് സ്ഥാവര ജംഗമം. ദേവി പുരാണത്തിലത്തെ ഒരു ശ്ലോകമാണ്. ദേവി വ്യാപ്തമിതം സർവം, ഈ ജഗത്തില് മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് ദേവി. ദേവി വ്യാപ്തം ഇതം സർവം ജഗത് സ്ഥാവര ജംഗമം. ഈ ജഗത്തില് സ്ഥാവരമായിട്ടുള്ളതും ജംഗമമായിട്ടുള്ള സകലങ്ങളിലും അങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ് ദേവി. അതുകൊണ്ട് ദേവി സർവക. ഓം സർവഗായേ നമ, അല്ലെങ്കിൽ ഓം സർവഗേ നമ എന്ന് പറഞ്ഞ് ദേവിയെ നമിക്കാം. 703 നാമം സർവമോഹിനി. സർവമോഹിനി. ഇപ്പോ ദേവി മഹാത്മ്യത്തിലത്തെ ഒരു ശ്ലോകം നമുക്ക് എല്ലാവരെയും, സർവമോഹിനി എല്ലാവരെയും മോഹിപ്പിക്കുന്നവളാണ്, മായാസ്വരൂപിണിയാണ്. തഥാപി മമതാവർത്തേ മോഹകർത്തേ നിവാദിത മഹാമായ പ്രഭാവേന സംസാരസ്ഥിതികാരിണ. ഇത് ദേവി മഹാത്മ്യത്തിലെ 1-ാം അധ്യായത്തിലെ ശ്ലോകമാണ്. തന്നാത്ര വിസ്മയാകാര്യോ യോഗനിദ്രാ ച കൽപ്പതേ ജ്ഞാനിനാം അപിചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ദേവിയുടെ മായ വളരെ മനോഹരമായി വിവരിക്കുകയാണ്. തഥാപി മമതാവൃത്തെ മോഹകർത്തെ നിപാതിത. ജ്ഞാനികൾ പോലും മമത്വമാകുന്ന, മമതയാകുന്ന മോഹഗർത്തത്തിൽപ്പെട്ടിട്ട് സംസാര കാര്യങ്ങളിൽ മുഴുകും. ജനിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാം മറന്ന് ദേവിയുടെ മഹാമായയിൽപ്പെട്ട് മഹാമായ പ്രഭാവേന സംസാരസ്ഥിതി കാരണ. ജ്ഞാനികൾ പോലും അതിൽ മുഴുകിപ്പോവാണ്, ആ മമത്വമാകുന്ന ആ മായയിൽപ്പെട്ടിട്ട്. അപ്പോഴോ തന്നാത്രേ വിസ്മയാകാര്യോ. അപ്പോ ശരിക്കും യോഗനിദ്ര ജഗൽപതി, ജഗൽപതി എന്ന് പറഞ്ഞാൽ ജഗന്നാഥനായിട്ടുള്ള ഹരിയുടെ യോഗനിദ്രാരൂപിണിയായ മഹാമായ. ആ മഹാമായ എന്താ ചെയ്യുന്നത്? ഈ ലോകത്തെ എല്ലാം മോഹിപ്പിക്കുന്നു. ജ്ഞാനിനാം അഭിചേതസി, ജ്ഞാനികളുടെ ചേതസിനെ പോലും മോഹിപ്പിക്കുകയാണ് ഈ ഭഗവതി. അവരെ മനസ്സിനെ പോലും ദഹിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. വലാതായിട്ട് അതിനെ ആകർഷിച്ചിട്ട് മോഹവലയത്തിൽ കൊടുക്കും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് സർവമോഹിനി എന്ന് പറയുന്നത്. അപ്പൊ ദേവി തന്നെയാണ് സർവമോഹിനിയായിട്ട്, മായയായിട്ട് വർത്തിക്കുന്നത്. സകലരെയും മോഹിപ്പിക്കുന്ന എല്ലാം ദേവി തന്നെയാണ്. അത് എവിടെ, എന്തിനെ, എത്ര മോഹിക്കണം എന്ന് നമ്മളാണ് ലിമിറ്റ് ചെയ്യേണ്ടത്. അത് ലിമിറ്റ് ചെയ്തില്ലെങ്കിൽ, വേണ്ടാത്തതിനെ മാത്രം മോഹിച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ജന്മം നിഷ്ഫലമായി പോകും. അതാണ് സർവമോഹിന്യേ നമ. ഇനി ജഗത്തിന്റെ ആധാരവും നിർവികാരതയും അതുപോലെ തന്നെ ചൈതന്യവും ഒക്കെ ദേവി തന്നെയാണ്. മഹാസ്വരൂപിണിയായിട്ട് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങള് എല്ലാം കൊടുത്ത് ജീവികളില് ആകർഷണവും വികർഷണവും ഒക്കെ ഉണ്ടാക്കുകയാണ്. ത്രിമൂർത്തികൾ പോലും ദേവിയുടെ മായാശക്തിയിൽ നിന്നും മുക്തരല്ല. അതുകൊണ്ട് തന്നെ സർവ മോഹിനിയാണ് ദേവി. നല്ലോണം വിചാരിച്ചോളൂ. സർവമോഹിന്യേ നമ. 704 നാമം സരസ്വതി. നമ്മൾ നേരത്തെ പറഞ്ഞു സരസ്വതി. അപ്പൊ സരസ്വതി എന്ന് പറഞ്ഞാലാണ് ജ്ഞാനസ്വരൂപിണിയാണ്, സർവകലാരൂപിണിയാണ്, വാഗ്ദേവതയാണ്. സരസ്വതിയായിട്ട്
സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ദേവി തന്നെയാണ് സരസ്വതി. അപ്പൊ സരസ്വതി വേറെയല്ലേ, ദേവി വേറെയല്ലേ? ദേവി മഹാത്മ്യത്തില് ഇങ്ങനെ റിപ്പീറ്റഡ് ആയി പറഞ്ഞ ഓം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി നമ എന്നാണ് പല അധ്യായങ്ങളിലും വീണ്ടും വീണ്ടും പറയുന്നത്. ഇതൊക്കെ ഒന്നാണെന്നുള്ള ദേവി മഹാത്മ്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ശരിക്കും സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവന്റെ പത്നിയായിട്ടാണ് സരസ്വതിയെ കണക്കാക്കുന്നത്. കാരണം സൃഷ്ടി വേണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം, വെളിച്ചം വേണം. അപ്പോ വെളിച്ചമില്ലെങ്കിൽ ഒന്നിനും ഉത്ഭവം ഉണ്ടാവില്ല. അപ്പോ സരസ്വതി എവിടെ എന്തായിട്ടാണ് ഇരിക്കുന്നത്? ആനന്ദമയിയാണ്. അതുപോലെ തന്നെ രസസ്വരൂപിണിയാണ് സരസ്വതി. ശരിക്കും കച്ചപി വീണാനാദം ദേവിയുടെ അത് ആനന്ദമയമാണ്. കച്ചപി വീണാനാദം. അതുപോലെ അക്ഷമാലയാണ് ദേവി ധരിച്ചിരിക്കുന്നത്. വെളുത്ത മാലയാണ്. 51 അക്ഷരങ്ങള്. വാഗ്ദേവതയാണ്. 51 അക്ഷരങ്ങളായിട്ട് ബ്രഹ്മാണ്ടത്തിലെ എല്ലാ ഭാഷകളിലും ചരാചരങ്ങളുടെ സംവദിക്കുന്നത് ദേവിയായിട്ടാണ്. ഇപ്പൊ വെളുപ്പ് എന്തിനെയാണ്? ജ്ഞാനത്തെ കുറിക്കുന്നു. കറുപ്പ് അജ്ഞാനത്തെ കുറിക്കുന്നു. ഇത് ശരിക്കും കറുത്ത വസ്ത്രത്തെയല്ല പറയുന്നത്. കറുപ്പ് എന്നുള്ള ഇത് ഇരുട്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. വെളുപ്പ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ജ്ഞാനത്തെ. അപ്പൊ കറുപ്പ് മാറണമെങ്കിൽ, ഇരുട്ട് മാറണമെങ്കിൽ വെളിച്ചം വരണം. അതുകൊണ്ടാണ് ദേവി ശുഭ്രവസ്ത്രധാരിയായിട്ട് ഇരിക്കുന്നത്. ദേവി വെള്ള താമരയിലാണ്, ദേവി വെളുത്ത വസ്ത്രത്തിലാണ്, അല്ലേ? എല്ലാം വെളുത്ത മാലയാണ്, പളുങ്കിന്റെ മാലയാണ് ദേവി ധരിച്ചിരിക്കുന്നത്. യാ കുന്ദേന്ദു തുഷാരഹാര ധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേത പദ്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭുവിതിർ ദേവൈ സദാ പൂജിതാം സാമാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാവഹ. എല്ലാം വെളുത്തിരിക്കുന്ന ജ്ഞാനസ്വരൂപിയാണ് ദേവിയാണ് സരസ്വതി. ഹംസവാഹിനിയാണ്. ഹംസവും വെളുത്തിട്ടാണ് ദേവിയുടെ. അപ്പോ ശരിക്കും സരസ്വതി. ഇനി സരസ്വതി അന്തർവാഹിനിയായിട്ടുള്ള ഒരു പുണ്യ നദിയാണ്. ആ നദിയെ ഇപ്പോ ഇവിടെ ബദരീനാഥിൽ പോകുന്നവർക്കൊക്കെ അത് അന്തർദാനം ചെയ്യുന്നത് കാണാൻ പറ്റും, സരസ്വതി നദി. അപ്പോ സരസ്വതി നദി അന്തർവാഹിനിയായിട്ടുള്ള ദേവിയുടെ തന്നെ സ്വരൂപമായിട്ടുള്ള നദിയാണ്. അതുകൊണ്ട് ദേവി ജ്ഞാനസ്വരൂപിണിയായി വിളങ്ങുന്നു സരസ്വതി. ഇനി ശാസ്ത്രമയി അടുത്ത നാമം. ശാസ്ത്രമയി, ശാസ്ത്രങ്ങളാകുന്ന ശരീരങ്ങൾ അല്ലെങ്കിൽ അവയവങ്ങൾ ഉള്ളവൾ. ദേവിയുടെ അവയവം ശരീരം തന്നെയാണ് സകല ശാസ്ത്രങ്ങളും. അപ്പൊ നമ്മള് ദേവി തന്നെയാണ് സകലാഗമ സന്തോഷം ദേവി തന്നെയാണെന്ന് നമ്മൾ കണ്ടു. ആഗമങ്ങളും നിഗമങ്ങളും ഒക്കെ ദേവിയാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ ദേവിയുടെ അവയവങ്ങളാണത്രേ വിവിധ ശാസ്ത്രങ്ങളായിരിക്കുന്നത്. ബ്രഹ്മാണ്ഡ പുരാണത്തില് വിശദമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. അതിനകത്ത് നിശ്വാസവായുവിൽ നിന്നും വേദങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ദേവിയുടെ മധുരമൊഴികളിൽ നിന്ന് കാവ്യനാടകങ്ങളും അലങ്കാരങ്ങളും ഉണ്ടായി. അത് കഴിഞ്ഞ് ദേവിയുടെ വാണിയിൽ നിന്ന് സരസ്വതി ദേവി ഉണ്ടായി. ദേവിയുടെ താടിയിൽ നിന്നും 6 വേദങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ശിക്ഷ, പിന്നെ അതുപോലെ തന്നെ വേദാംഗങ്ങൾ, 6 വേദാംഗങ്ങൾ, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുത്തം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള 6 വേദാംഗങ്ങൾ ഉണ്ടായി. അത് കഴിഞ്ഞ് ദേവിയുടെ കണ്ഠത്തിലെ രേഖ, 3 രേഖകളുണ്ട് എന്നാ പറയുന്നത്. അതിനകത്തു നിന്നാണ് മീമാംസകളും അതുപോലെ തന്നെ ആയുർവേദ ശാസ്ത്രവും ന്യായശാസ്ത്രവും ഒക്കെ ഉണ്ടായത് ആ രേഖകളിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ദേവിയുടെ കണ്ഠകൂപത്തിൽ നിന്നും എന്തുണ്ടായെന്നാണ് പറയുന്നത്? 64 കലകൾ ഉണ്ടായി എന്ന് പറയുന്നു. ദേവിയുടെ ചുമലിൽ നിന്നാണ് കാമശാസ്ത്രം ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പൊ എല്ലാ ശാസ്ത്രങ്ങളും ദേവി തന്നെ, ദേവിയുടെ സ്വരൂപമാണ്. അതുകൊണ്ട് ദേവി ശാസ്ത്രമയി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി ഗുഹാംബ എന്നുള്ള നാമം ഒരുപാട് കുറച്ച് കൂടുതൽ കാർത്തികന്റെ ഉത്ഭവമൊക്കെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് നമുക്ക് 705 നാമത്തില് നിർത്താം. 137 ശ്ലോകത്തിലെ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.